അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, പരിശുദ്ധ റമദാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം ഏവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ അവൻ്റെ ദീനിനെ സംബന്ധിച്ച് പറയുവാനും കേൾക്കുവാനും അതിൽ നിന്ന് നല്ലതെന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്താനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള നമ്മുടെ ഈ ഒത്തുകൂടൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് നമ്മുടെയൊക്കെ നന്മയുടെ ത്രാസിൽ ഭാരം തൂങ്ങുന്ന അമല സ്വാലിഹാത്തുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയിലെത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ 14 ദിവസങ്ങളിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പും നമസ്കാരവും ഖിയാമുൽ ലൈലും വിശുദ്ധ ഖുർആൻ പഠന പാരായണങ്ങളും ദാനധർമ്മങ്ങളും മറ്റു അമല സ്വാലിഹാത്തുകളുമെല്ലാം അതിലുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യുകയും നാളെ പരലോകത്ത് ഉപകാരപ്പെടുന്ന അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി അവശേഷിക്കുന്ന ദിനരാത്രങ്ങളെ കഴിഞ്ഞ ദിവസങ്ങളെക്കാളും നല്ല രൂപത്തിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കുവാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും ഉദവിയേകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ എന്ന് പറയുന്നത് ഖുർആനിൻ്റെ മാസമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. റമദാനിൻ്റെ നോമ്പ് തന്നെ പടച്ച തമ്പുരാൻ നിർബന്ധമാക്കിയത് ആ മാസത്തിൽ ഖുർആൻ അവതീർണമായി എന്നതുകൊണ്ടാണ്. ആ നിലക്കാണ് ഖുർആനിൻ്റെ ഷഹ്റുൽ ഖുർആൻ എന്ന് റമദാനിനെ സംബന്ധിച്ച് പറയാറുള്ളത്. ഷഹ്റു തഖ്വ, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഭയഭക്തിയുടെ മാസമാണ് തഖ്വ. കാരണം നോമ്പ് നിർബന്ധമാക്കിയത് തന്നെ നമ്മൾ തഖ്വയുള്ളവരായി മാറുവാൻ വേണ്ടിയാണ്. ഷഹ്റു സ്വബ്ർ, ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാസമാണ് റമദാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിലും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ വേറെയും ചില വിശേഷണങ്ങൾ റമദാനിനോട് ചേർത്തുകൊണ്ട് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ആ കൂട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒന്നാണ് റമദാൻ എന്നത് ആത്മീയവും ഭൗതികവുമായ വിജയങ്ങളുടെയും അതിജീവനത്തിൻ്റെയും മാസമാണ് എന്നത്. സാമൂഹികവും രാഷ്ട്രീയവുമായ പോരാട്ടങ്ങളുടെയും അതിലൂടെ ഇസ്ലാമിക സമൂഹം നേടിയെടുത്ത അതിജീവനത്തിൻ്റെയും നിലനിൽപ്പിൻ്റെയുമെല്ലാം ഒരുപാട് ചരിത്ര വിസ്മയങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഫുർഖാനിൻ്റെ മാസമാണ് റമദാൻ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന ഒരു പ്രയോഗമാണ് ഫുർഖാൻ എന്നത്. വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു വിശേഷണമാണ് ഫുർഖാൻ എന്നത് നമുക്കറിയാവുന്ന വിഷയമാണ്. ഖുർആനിൽ ആ പ്രയോഗം 7 തവണ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 2 തവണ മുൻ വേദഗ്രന്ഥങ്ങളെ സംബന്ധിച്ച്, വിശിഷ്യ തൗറാത്തിനെ സംബന്ധിച്ചാണ് ഫുർഖാൻ എന്ന് ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 2 തവണ അല്ലെങ്കിൽ 3 തവണ ഖുർആനിനെ സംബന്ധിച്ച്
അതുപോലെ ഈ ഫുർഖാൻ എന്ന പദം പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഖുർആനിൽ കാണുവാൻ സാധിക്കുന്നത് ഒന്ന് ബദർ ദിനത്തെക്കുറിച്ചും മറ്റൊന്ന് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനും നമ്മുടെ ജീവിതത്തിൽ തഖ്വ കൈക്കൊള്ളുവാനും തയ്യാറാണ് എങ്കിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് എനിക്കും നിങ്ങൾക്കും വാഗ്ദാനം ചെയ്തിട്ടുള്ള വിജയത്തെയും സഹായത്തെയും കുറിച്ചാണ്. ഇങ്ങനെ 3-4 കാര്യങ്ങളെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഖുർആൻ പ്രയോഗിച്ച ഒരു പ്രയോഗമാണ് ഫുർഖാൻ എന്ന് പറയുന്നത്. പരിശുദ്ധ റമദാനിൽ ഖുർആനുമായിട്ട് നമ്മൾ ബന്ധം സ്ഥാപിക്കുകയും ആ ഖുർആൻ പാരായണം ചെയ്യുക മാത്രമല്ല അത് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയുമൊക്കെ ചെയ്യുന്ന ഈ വേളയിൽ ഖുർആനിലൂടെ മുൻ വേദഗ്രന്ഥങ്ങളെ കൂടി പഠിക്കുകയും അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ ഒരു സന്ദർഭത്തിൽ, അതുപോലെ റമദാൻ അതിൻ്റെ പകുതിയോടടുത്തു, നാളെ കൂടി കഴിഞ്ഞാൽ റമദാൻ 17 എന്ന് പറഞ്ഞാൽ ബദർ ദിനം, അതാണ് റമദാൻ 17. ആ ബദർ ദിനത്തെ നമ്മൾ അനുസ്മരിക്കുന്ന പീഡിതരും അടിച്ചമർത്തപ്പെട്ടവരുമായ ലോക മുസ്ലിങ്ങൾ പണ്ട് ചരിത്രത്തിൽ നടന്ന ബദറിനെ പോലെ സത്യനിഷേധികൾക്കെതിരായ ഒരു വിജയം അല്ലാഹുവിൽ നിന്ന് കാക്ഷിച്ചു കൊണ്ടിരിക്കുന്ന, അതിനു വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സവിശേഷമായ ഈ സാഹചര്യത്തിൽ വിശുദ്ധ ഖുർആൻ തഖ്വയുടെ അനന്തര ഫലമായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഫുർഖാനിനെ സംബന്ധിച്ചുള്ള ചിന്തക്ക് തീർച്ചയായിട്ടും പ്രസക്തിയുണ്ട്. നോമ്പ് നമുക്ക് തഖ്വയുണ്ടാക്കുവാൻ വേണ്ടിയാണ്. തഖ്വ എന്താണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്. ആ തഖ്വ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ അള്ളാഹുവിനെ കൂടെ കൂട്ടുവാൻ, അവന്റെ തൃപ്തി നേടിയെടുക്കുവാൻ, ഐഹികവും പാരത്രികവുമായ വിജയം കരസ്ഥമാക്കുവാൻ എല്ലാം നമുക്ക് സാധിക്കും എന്നറിയാവുന്നവരാണ് നമ്മളെല്ലാവരും. അതോടൊപ്പം തഖ്വയുടെ അനന്തരഫലമായിട്ട് വിശുദ്ധ ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫുർഖാനാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തത്തഖുല്ലാഹ യജ്അൽ ലക്കും ഫുർഖാന. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു അവങ്കിൽ നിന്ന് നിങ്ങൾക്കൊരു ഫുർഖാൻ ഉണ്ടാക്കി തരുന്നതാണ്. വയഗ്ഫിർ ലക്കും വയുകഫിർ അൻകും സയ്യിആതികും. എന്ന് മാത്രമല്ല, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് മായ്ച്ചു തരികയും ചെയ്യും. വയഗ്ഫിർ ലക്കും, അവൻ നിങ്ങൾക്ക് പുറത്തു തരും. വല്ലാഹു ദുൽ ഫദ്ലിൽ അലീം, അള്ളാഹു അങ്ങേയറ്റത്തെ ഔദാര്യമുടയവനാണ്. സൂറത്തുൽ അൻഫാലിലെ 19-ാമത്തെ ആയത്താണ് ഞാൻ അർത്ഥസഹിതം ഓതിക്കേൾപ്പിച്ചത്. അള്ളാഹുവിനെ നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുവാൻ തയ്യാറാണ് എങ്കിൽ തഖ്വയുടെ അനന്തരഫലമായിട്ട് ഖുർആൻ ഇവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഫുർഖാൻ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ്. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വീഴ്ചകളും ദൗർബല്യങ്ങളും എന്ന് പറഞ്ഞാൽ സയ്യിആത്ത്, അത് അള്ളാഹു മായ്ച്ചു കളയുകയും അതുപോലെ തന്നെ സംഭവിച്ചു കഴിഞ്ഞ പാപങ്ങൾ അള്ളാഹു പൊറുക്കുകയും ചെയ്യും എന്നുകൂടി അവൻ ഓഫർ ചെയ്തിരിക്കുന്നു. ഫുർഖാൻ എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ അറിയുവാനുള്ള വിവേചന ശേഷി, ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്ത് ചെയ്യണമെന്നുള്ള തിരിച്ചറിവ്, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പുറത്തു കടക്കുവാനുള്ള ഒരു തുറസ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള സഹായം, അവന്റെ വിജയം, ഇഹപരവും പാരത്രികവുമായ വിമോചനം, രക്ഷ തുടങ്ങിയ അർത്ഥങ്ങളെല്ലാം ഫുർഖാൻ എന്ന പദത്തിനുള്ളതായിട്ട് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ മുഫസ്സിറുകൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള താബിഈകളും മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള താബിഈ ഖുർആൻ പണ്ഡിതന്മാരും ഈ വിഷയം നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ആനുകാലിക സംഭവ വികാസങ്ങളുടെ സാഹചര്യത്തിൽ ഈ ഫുർഖാനിനെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മഹത്തായ ചില സന്ദേശങ്ങളും ഗൗരവതരമായ ചില പാഠങ്ങളും ഖുർആനിലെ ഈ പ്രയോഗം നമുക്ക് നൽകുന്നുണ്ട് എന്ന് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനാകുന്ന ഫുർഖാൻ കയ്യിലേന്തിക്കൊണ്ട് ഈ റമദാനിൽ സംഭവിച്ച ബദർ അതിനെ ഓർത്തെടുത്തുകൊണ്ട് ആ ബദരീങ്ങളുടെ ഈമാൻ സ്വായത്തമാക്കിക്കൊണ്ട് ഇൽഹാറുദ്ദീൻ അഥവാ ദീനിന്റെ വിജയത്തിന് വേണ്ടി
ഇഖാമത്തുദ്ദീൻ അഥവാ ദീനിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, ഷഹാദത്തുൽ ഹഖ് അഥവാ സത്യസാക്ഷ്യ നിർവഹണത്തിന് വേണ്ടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാണ് എങ്കിൽ ഇനിയും ധാരാളം ഫുർഖാനുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം ഉണ്ടാക്കി തരികയും ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന രാഷ്ട്രീയവും സാമൂഹികവുമായ നിന്ദ്യതക്ക് അറുതി വരുത്തുകയും നീതി നിഷേധങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി തരികയും ഒരു സമൂഹം എന്ന നിലക്കോ ഒരു ആദർശ സംഘം എന്ന നിലക്കോ ഇന്ന് വിലയില്ലാത്തവരാണ് നമ്മളെങ്കിൽ ആളുകളും ഭരണകൂടവുമെല്ലാം നമ്മെ വിലമതിക്കുന്ന ഒരവസ്ഥ അള്ളാഹു സംജാതമാക്കുകയും ചെയ്യും എന്നാണ് അത് മുഖേന അർത്ഥമാക്കുന്നത്. സത്യവിശ്വാസികളായ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അനിവാര്യമായിട്ടും ഉണ്ടാകേണ്ടുന്ന അതിജീവനത്തിന് വേണ്ടുന്ന കരുത്ത് പ്രദാനം ചെയ്യുന്ന ഒരുപാട് നന്മകൾ, സവിശേഷമായ ഗുണഗണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെയുള്ള ഗുണങ്ങൾ ആർജിക്കുവാൻ പരിശുദ്ധ റമദാനിലെ വ്രതാനുഷ്ഠാനം നമ്മെ പരിശീലിപ്പിക്കുന്നുമുണ്ട്. അത്തരം മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചരിത്രത്തിൽ ഇസ്ലാമിക സമൂഹം നേടിയെടുത്ത വമ്പിച്ച ചില വിജയങ്ങളെക്കുറിച്ച്, വിമോചന പോരാട്ടങ്ങളെക്കുറിച്ച് ഈ ചരിത്ര സംഭവം അല്ലെങ്കിൽ ഈ റമദാൻ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമുണ്ട്. അങ്ങനെയുള്ള മഹിതമായ ഗുണങ്ങളാണ് അള്ളാഹുവിലുള്ള ചാഞ്ചല്യമില്ലാത്ത വിശ്വാസം, അതുപോലെ തന്നെ അവന്റെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന തീരുമാനം, തഖ്വ. എന്ത് വന്നാലും ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച് നിലകൊള്ളും എന്ന് പറയുന്ന സുബറിൻ്റെതായ ക്ഷമയുടെയും സഹനത്തിൻ്റെയുമായ മാനസിക നിലപാട്, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി എന്തും സഹിക്കുവാനും ത്യജിക്കുവാനുമുള്ള ത്യാഗ മനസ്ഥിതി, സമർപ്പണ മനോഭാവം, സമരചിന്ത തുടങ്ങിയ കാര്യങ്ങളെല്ലാം റമദാൻ നമ്മെ പരിശീലിപ്പിക്കുന്നതും വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നതുമായ കാര്യങ്ങളാണ്. എന്ന് മാത്രമല്ല, ഏത് കാലഘട്ടത്തിലും അതിജീവനത്തിന് അർഹത നേടുന്ന, അള്ളാഹുവിനാൽ തെരഞ്ഞെടുക്കപ്പെടുന്ന വിശ്വാസി സംഘത്തിന്റെ ഗുണവിശേഷണങ്ങൾ ഇങ്ങനെയുള്ളതും അതോടൊപ്പം മറ്റു ചിലതും കൂടി ചേർത്തുകൊണ്ടോ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ മാഇദയിലെ 54-ാമത്തെ ആയത്തിൽ നമുക്കത് കാണാം. യാ അയ്യുഹല്ലദീന ആമനൂ മൻ യർതദ്ദ മിൻകും അൻ ദീനി, സത്യവിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും തന്റെ ദീനിൽ നിന്ന് മുർത്തദ്ദായി പോകുന്നുവെങ്കിൽ, പിന്തിരിഞ്ഞു പോകുന്നുവെങ്കിൽ, ഫസൗഫ യഅ്തില്ലാഹു ബിഖൗമിൻ, അല്ലാഹു നിങ്ങൾക്ക് പകരം മറ്റൊരു ജനതയെ രംഗത്ത് കൊണ്ടുവരും. യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, ആ ജനത്തിന്റെ, ആ സംഘത്തിന്റെ പ്രത്യേകത അവർ അല്ലാഹുവിനെയും അല്ലാഹു അവരെയും ഇഷ്ടപ്പെടുന്നവരായിരിക്കും. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ, അവർ വിശ്വാസികളോട് വളരെ മൃദുലമായി പെരുമാറുന്നവരായിരിക്കും. അഇസ്സത്തിൻ അലൽ കാഫിരീൻ, സത്യനിഷേധികളോട് വളരെ കർക്കശ ഹൃദയരായിരിക്കും. യുജാഹിദൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മ സമരം ചെയ്യുന്നവരായിരിക്കും അവർ. വലാ യഖാഫൂന ലൗമത ലഇം, അല്ലാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന്റെ വിഷയത്തിൽ ഒരാക്ഷേപകന്റെ ആക്ഷേപത്തെയും അവർ ഭയപ്പെടുകയില്ല. ദാലിക ഫദ്ലുല്ലാഹ്, ഇങ്ങനെയുള്ള ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുവാൻ സാധിക്കുക എന്നത് അള്ളാഹുവിന്റെ ഔദാര്യമാണ്. യുഅ്തീഹി മൻ യശാ, അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്കാണോ അങ്ങനെയുള്ള ഔദാര്യം പ്രദാനം ചെയ്യുക. വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലഹസ്തനും സർവജ്ഞനുമാണ്. വിശുദ്ധ ഖുർആനിൽ ഇങ്ങനെ ഒരു സൂക്തം നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള മഹിതമായ മൂല്യങ്ങളാൽ പരിശീലിപ്പിക്കപ്പെട്ട സത്യവിശ്വാസികളുടെ ആദർശാധിഷ്ഠിത ജീവിതത്തിൽ തളിർത്ത വിമോചനത്തിന്റെയും അതിജീവനത്തിന്റെയും ഐതിഹാസികമായ ഒരു കുറെ കഥകൾ പറഞ്ഞു തരുന്ന മാസം കൂടിയാണോ പരിശുദ്ധ റമദാൻ. അന്തർദേശീയ തലത്തിലോ സയനിസ്റ്റുകളെയും, ദേശീയ തലത്തിലേക്ക് വന്നാൽ വർഗീയ ഫാസിസ്റ്റുകളെയുമെല്ലാം ഭയന്ന് ജീവിക്കുവാൻ വിധിക്കപ്പെട്ട ആ ശത്രുക്കളുടെയെല്ലാം കഴുനഖങ്ങൾക്ക് കീഴിൽ ഞെരിഞ്ഞമർന്നുകൊണ്ടിരിക്കുന്ന ആധുനിക ഇസ്ലാമിക സമൂഹത്തിനോ മഹത്തായ പാഠങ്ങൾ നൽകുന്നതാണോ ഇസ്ലാമിക ചരിത്രത്തിൽ പരിശുദ്ധ റമദാനിൽ നടന്ന അത്തരം ഓരോ സംഭവങ്ങളുമെന്നോ അവയെ കുറിച്ച് പഠിച്ചാൽ നമുക്ക് ബോധ്യമാകും. ആ കൂട്ടത്തിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണോ മക്ക വിജയമെന്ന് പറയുന്നത്, ഫത്ഹു മക്ക. ചരിത്രത്തിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളവരാണ്. ഹിജ്റ 8-ാം വർഷം ഒരു റമദാൻ 10-നോ അല്ലെങ്കിൽ 20-നാണോ ഫത്ഹു മക്ക നടക്കുന്നത്. ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നോ
പൗരത്വം നിഷേധിക്കപ്പെട്ടു ആട്ടിയോടിക്കപ്പെട്ട ഒരു ജനതയുടെ ആത്മാഭിമാനത്തോടു കൂടിയ തിരിച്ചുവരവിന്റെ ചരിത്രമാണ്, വിജയത്തിന്റെ ചരിത്രമാണ് ഫത്ഹു മക്ക നമുക്ക് പറഞ്ഞു തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും പ്രബോധനം ആരംഭിച്ച ദീനിന്റെ ഈ ഇസ്ലാമിന്റെ പ്രബോധനം ആരംഭിച്ച മക്ക പ്രദേശത്ത്, ആ പ്രദേശത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെട്ടതിന് ശേഷം ഏതാണ്ട് 8 വർഷം പിന്നിട്ട വേളയിലാണ് ദീനി ആധിപത്യവുമായിട്ട്, അല്ലെങ്കിൽ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ ആധിപത്യം മദീനയിൽ നിന്ന് മക്കയിലേക്ക് കൂടി വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായി അള്ളാഹുവിന്റെ പ്രവാചകനും 10,000-കണക്കിന് സ്വഹാബത്തും മക്കയിലേക്ക് മാർച്ച് നടത്തുന്നത്. അവരന്ന് മക്കയിലേക്ക് തിരിച്ചു വരുമ്പോ യഥാർത്ഥത്തിലോ നാട്ടിയോടിക്കപ്പെട്ട ഒരു ജനവിഭാഗം പാത്തും പതുങ്ങിയുമായിരുന്നില്ല അങ്ങോട്ട് വന്നത്. ആ മക്കയുടെ ഭൂമി മാത്രമായിരുന്നില്ല, മക്കക്കാരുടെ മനസ്സുകൂടി അവര് കയ്യിലെടുത്തുകൊണ്ടാണ് മദീനയിലേക്ക് കടന്നു വന്നത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്തുകൊണ്ടോ മക്കയുടെ ഭൂമിയും മക്കക്കാരുടെ ഹൃദയവും കീഴടക്കുവാൻ കേവലം 8 വർഷം കൊണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകനും സ്വഹാബത്തിനും സാധിച്ചു എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നോ ശത്രുക്കളാൽ ആട്ടിയോടിക്കപ്പെട്ടോ നാട് കടത്തപ്പെട്ട, അല്ലെങ്കിൽ കണ്ടാൽ പ്രവാചകന്റെ ജീവൻ എടുക്കും എന്ന അബദ്ധം വന്ന ഘട്ടത്തിലോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി വളരെ രഹസ്യമായി പാത്തും പതുങ്ങിയും മദീനയിലേക്ക് ഹിജ്റ ചെയ്ത ആ രംഗം നമുക്കറിയാവുന്നതാണ്. 3 ദിവസം സൗർ ഗുഹയിൽ പ്രവാചകനും അബൂബക്കർ റളിയല്ലാഹു അൻഹു താമസിക്കുന്നുണ്ടോ? പിന്നീടുള്ള ദിവസങ്ങളിലോ അവിശ്വാസിയായിരുന്ന ഒരു വഴികാട്ടിയെ, അബ്ദുല്ലാഹിബ്നു ഉറൈഖത്ത് എന്ന പേരുള്ള ഒരു വഴികാട്ടിയെ സ്വീകരിച്ചുകൊണ്ടാണ് മദീനയുടെ നേരെ എതിർദിശയിൽ, ശത്രുക്കളുടെ കണ്ണിൽ പെടാതിരിക്കുവാൻ വേണ്ടി എതിർദിശയിൽ സഞ്ചരിക്കുകയും ഏതൊക്കെയോ ഊടുവഴികളിലൂടെ സഞ്ചരിച്ച് അവസാനം മദീനയുടേക്കുള്ള പാതയിൽ എത്തിപ്പെടുകയും ചെയ്യുന്നത്. ആ സന്ദർഭത്തിൽ അവതരിച്ച ഒരു ഖുർആൻ സൂക്തമുണ്ട്, ഇന്നല്ലദീ ഫറള അലൈക ലറാദ്ദുക ഇലാ മആദ്. പ്രവാചകരെ, താങ്കളിൽ ഈ വിശുദ്ധ ഖുർആൻ ചുമത്തിയ, വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച അല്ലാഹു, ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ, ഈ ഖുർആൻ താങ്കൾക്ക് നിയമമാക്കിയ റബ്ബു ലറാദ്ദുക ഇലാ മആദിൻ, ഏറ്റവും നല്ല ഒരു പര്യവസാനത്തിലേക്ക് താങ്കളെ തിരിച്ചു കൊണ്ടുവരിക തന്നെ ചെയ്യും എന്നാണ് ഖുർആൻ അവിടെ പറയുന്നത്. എന്തുകൊണ്ട് 8 വർഷം കൊണ്ട് ഇങ്ങനെയുള്ള ഒരു തിരിച്ചുവരവിനോ, പിറന്നു വീണ തങ്ങളുടെ സമ്പത്തും വീടും കുടുംബവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ഏതൊരു നാട്ടിൽ നിന്നാണോ മുസ്ലിങ്ങൾ ഹിജ്റ ചെയ്തത്, അതേ നാട്ടിലേക്ക് വിജയശ്രീലാളിതരായി തിരിച്ചു വരുവാൻ എന്തുകൊണ്ടോ പ്രവാചകന്റെ നേതൃത്വത്തിലുള്ള വിശ്വാസി സമൂഹത്തിന് സാധിച്ചു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ആ വിശ്വാസികളുടെ വിശ്വാസദാർഢ്യവും ആത്മാർപ്പണ സന്നദ്ധതയും അതുപോലെ തന്നെ തഖ്വയും സ്വബറുമെല്ലാമായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും. ആ ഒരു വിജയത്തിലൂടെ, തിരിച്ചുവരവിലൂടെ, ഇൻ തത്തഖുല്ലാഹ് യജ്അൽ ലക്കും ഫുർഖാന, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നുവെങ്കിൽ, തഖ്വ കൈക്കൊള്ളുന്നുവെങ്കിൽ അല്ലാഹു നിങ്ങൾക്ക് ഫുർഖാൻ ഉണ്ടാക്കി തരും എന്ന് വിശുദ്ധ ഖുർആനിന്റെ പ്രവചനത്തിന്റെ പുലർച്ചയായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ആ വിഷയം കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല. പരിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന 2ാമത്തെ വിമോചന പോരാട്ടം എന്ന് പറയുന്നത് ബൈത്തുൽ മഖ്ദിസിന്റെ മോചനമായിരുന്നു. ഫലസ്തീനിന്റെയും ആ ഫലസ്തീനിലെ ജെറൂസലമിൽ നിലകൊള്ളുന്ന ബൈത്തുൽ മഖ്ദിസിന്റെയും മസ്ജിദുൽ അഖ്സായുടെയും വിമോചനത്തിനോ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചത് ഒരു റമദാൻ മാസത്തിലായിരുന്നു. 2ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മുസ്ലിങ്ങളുടെ അധീനതയിൽ വന്നതാണ് അവരുടെ ആദ്യത്തെ ഖിബലയായിരുന്ന ഈ മസ്ജിദുൽ അഖ്സ ഉൾപ്പെടുന്ന ബൈത്തുൽ മഖ്ദിസും ഫലസ്തീനുമെല്ലാം. അതിനുശേഷം നീണ്ട നൂറ്റാണ്ടുകൾ അത് മുസ്ലിങ്ങളുടെ തന്നെ കൈവശമായിരുന്നു. പിന്നീടാണ് ചരിത്രത്തില് 1099 കുരിശുപടയാളികൾ ആ ബൈത്തുൽ മഖ്ദിസ് പിടിച്ചടക്കുന്നത്. അതിനുശേഷം മുസ്ലിങ്ങൾ ഛിന്ന ഭിന്നമാക്കപ്പെട്ടു, ആദർശപരമായ ഒരുപാട് പിന്നോട്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി ഈ കുരിശുപടയാളികളിൽ നിന്ന് ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമെന്ന് ചിന്തിക്കുവാൻ പോലും അന്നത്തെ മുസ്ലിം സമൂഹത്തിനോ സാധിക്കുമായിരുന്നില്ല. അങ്ങനെ അങ്ങേയറ്റം നിരാശപ്പെട്ട ഒരു കാലഘട്ടത്തിലാണോ ആ ബൈത്തുൽ മഖ്ദിസ് തങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടോ 1 നൂറ്റാണ്ട് പിന്നിടുന്നതിന് മുമ്പേ, കൃത്യമായി പറഞ്ഞാൽ 88 വർഷം കഴിഞ്ഞപ്പോ, ക്രിസ്തുവർഷം 1187 പ്രസിദ്ധനായ
ഭരണാധികാരി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിലോ ഇസ്ലാമിക സമൂഹം ബൈത്തുൽ മഖ്ദിസോ കുരിശ് പടയാളികളിൽ നിന്നോ തിരിച്ചു പിടിക്കുന്നത് ഒരു ഹിജറ വർഷം ഒരു ഹിജറ വർഷം 583 റമദാൻ മാസത്തിലായിരുന്നു ആ മഹത്തായ വിജയം വിമോചന പോരാട്ടം നടന്നത്. ഹിത്തീനിൽ വെച്ച് നടന്ന പ്രസിദ്ധമായ പോരാട്ടത്തിൽ ഘോരമായ സംഘട്ടനത്തിലാണ് ഈ കുരിശ് പടയാളികളെ തോൽപ്പിച്ചുകൊണ്ട് സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുന്നത്. അത് പെട്ടെന്നൊരു നിമിഷം ഒരു പോരാട്ടത്തിലൂടെ ലഭിച്ച കാര്യമായിരുന്നില്ല. യഥാർത്ഥത്തിലോ കുരിശ് പടയാളികൾ 1099 ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങളിൽ നിന്ന് അങ്ങോട്ട് പിടിച്ചപ്പോ, മുസ്ലിങ്ങളിൽ നിന്ന് അവർ കീഴ്പ്പെടുത്തിയപ്പോ 70,000-ത്തിലധികം വരുന്ന മുസ്ലിങ്ങളുടെ രക്തം ബൈത്തുൽ മഖ്ദിസിൽ ചിന്തപ്പെടുന്ന അവസ്ഥയുണ്ടായി. മസ്ജിദുൽ അഖ്സക്കകത്ത് ഞെരിയാണിയോളം മുസ്ലിം പടയാളികളുടെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ രക്തം ചിന്തപ്പെടുകയും അവരുടെ മൃതശരീരം അവിടെ അട്ടിയായിട്ട് പരന്നു കിടക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായിരുന്നു എന്നും കുരിശ് പടയാളികൾ ആ മയ്യിത്തുകൾക്ക് മീതെ കൂടിയായിരുന്നു തങ്ങളുടെ കുതിരകളെ തെളിച്ചത് എന്നും ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെയുള്ള രക്തപങ്കിലമായ ഒരു പോരാട്ടത്തിനോ അല്ലെങ്കിൽ ഒരു ആക്രമണത്തിന് ശേഷം കൃത്യം 88 വർഷം പിന്നിട്ടപ്പോ 1187 മുസ്ലിങ്ങൾക്ക് ആ ബൈത്തുൽ മഖ്ദിസ് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചത് ദീർഘനാളത്തെ വർഷങ്ങൾ നീണ്ട മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്നു. അതുപോലെ തന്നെ മുൻഗാമികളായ ഭരണാധികാരികളോ മാതൃകായോഗ്യമായ ഭരണം കാഴ്ചവെച്ച നീതിമാന്മാരായ മുസ്ലിം ഭരണാധികാരികളോ നേരത്തെ കണ്ട സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം മാത്രമായിരുന്നു സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയിലൂടെ സാക്ഷാത്കരിക്കപ്പെട്ടത് എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. സൽജൂഖി ഭരണാധികാരിയായിരുന്ന നൂറുദ്ദീൻ സംഗി ചരിത്രത്തിൽ അറിയപ്പെട്ട നീതിമാനായ ഭരണാധികാരിയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ അറിയപ്പെട്ട പണ്ഡിതൻ, ചരിത്രകാരൻ ഇമാം ഇബ്നുൽ അസീർ ഇബ്നു കസീർ അല്ല, ഇമാം ഇബ്നുൽ അസീർ അദ്ദേഹത്തിന്റെ അൽ കാമിലു ഫി താരിഖ് എന്ന് പറയുന്ന ചരിത്രകൃതിയിൽ രേഖപ്പെടുത്തുന്നുണ്ടോ, ഞാൻ ചരിത്രം പഠിച്ചപ്പോ ഒരുപാട് ഭരണാധികാരികളെ ഞാൻ കണ്ടിട്ടുണ്ട്. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് ശേഷം രണ്ടാം ഉമറായിട്ട് അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസിന്റെ കാലശേഷം ഇസ്ലാമിക ചരിത്രത്തിലോ ഈ മഹാനായ നൂറുദ്ദീൻ സംഗിയെ പോലെ അത്രത്തോളം നീതിമാനായ മറ്റൊരു ഭരണാധികാരിയെയും എനിക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രജകളുടെ ക്ഷേമത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ ഐക്യത്തിന് വേണ്ടി, നാട്ടുരാജാക്കന്മാരെ ഒരേ കൊടിക്കൂറയിൽ ഐക്യപ്പെടുത്തുവാൻ വേണ്ടി ബൈത്തുൽ മഖ്ദിസിന്റെ മോചനം എന്നതോ വലിയ ഒരു സ്വപ്നമായി കൊണ്ടു നടക്കുകയും അത് ആ സ്വപ്നത്തെ താലോലിക്കുകയും അതിന്റെ സാക്ഷാത്കാരത്തിന് മുസ്ലിങ്ങളെ ഞാൻ സജ്ജമാക്കുകയും ചെയ്യും എന്ന് തീരുമാനിച്ച ഭരണാധികാരിയായിരുന്നു നൂറുദ്ദീൻ സംഗി. തീരുമാനിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വലിയ ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഒരു നാൾ ആ ബൈത്തുൽ മഖ്ദിസ് ഞാൻ ജയിച്ചടക്കുക മാത്രമല്ല, അന്ന് അവിടേക്ക് വേണ്ടുന്ന ചില മുന്നൊരുക്കങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ നടത്തുകയാണോ എന്ന് തീരുമാനിച്ചുകൊണ്ടോ ബസ്രയിലെയും ബാഗ്ദാദിലെയും അങ്ങനെയുള്ള പ്രമുഖരമായ പട്ടണത്തിലെ പ്രഗത്ഭരായ ആശാരിമാരെ വിളിച്ചു വരുത്തിക്കൊണ്ടോ അദ്ദേഹം മനോഹരമായ ഒരു മിമ്പർ പണിതു. എന്നിട്ടോ നൂറുദ്ദീൻ സംഗി അത് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. ആ കൊട്ടാരത്തിൽ സ്ഥാപിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം എല്ലാ ദിവസവും അതങ്ങനെ നോക്കി നിന്ന് വലിയ വലിയ സ്വപ്നങ്ങൾ നെയ്തെടുക്കും. അദ്ദേഹം മനസ്സിൽ പറയുമായിരുന്നു, ഒരു നാൾ ഞാൻ ഈ കുരിശ് പടയാളികളെ തോൽപ്പിക്കുകയും എന്നിട്ട് ഈ മിമ്പർ കൊണ്ടുപോയി ബൈത്തുൽ മഖ്ദിസിൽ മസ്ജിദുൽ അഖ്സയിൽ സ്ഥാപിക്കുകയും അതിൽ കയറി നിന്നുകൊണ്ട് ഖുത്ബ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു നാൾ വരിക തന്നെ ചെയ്യും എന്ന ദൃഢമായ ഒരു തീരുമാനം അദ്ദേഹം എടുത്തിരുന്നു. അവിടെ നിന്നങ്ങോട്ട് അദ്ദേഹം മുസ്ലിം ഭരണാധികാരികളെ ഏകോപിപ്പിക്കുവാൻ, അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഉണ്ടായിരിക്കെ തന്നെ അതെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു പൊതുവായ ലക്ഷ്യത്തിന് വേണ്ടി, മസ്ജിദുൽ അഖ്സയുടെ വിമോചനം എന്ന ലക്ഷ്യത്തിന് വേണ്ടി അവരെയെല്ലാം യോജിപ്പിക്കുവാനും ആ ലക്ഷ്യത്തിന് വേണ്ടി ഒരൊറ്റ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന ഒരവസ്ഥയിലേക്ക് തമ്മിൽ തല്ലി തകർന്നിരുന്ന മുസ്ലിം ഭരണാധികാരികളെ എത്തിക്കുവാനും ഈ നൂറുദ്ദീൻ സംഗിക്ക് സാധിച്ചു എന്നത് ചരിത്രമാണ്. അങ്ങനെയാണ് ഓരോ യുദ്ധത്തിലും പരാജയപ്പെട്ടിരുന്ന ഇസ്ലാമിക സമൂഹം ഈ കുരിശ് പടയാളികളെ പിന്നീട് തോൽപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടത്. ഈജിപ്തിന്റെയും സിറിയയുടെയും ലബനാനിന്റെയും എല്ലാം പല പ്രദേശങ്ങളും നൂറുദ്ദീൻ സംഗി കുരിശ് പടയാളികളിൽ നിന്ന് തിരിച്ചു പിടിച്ചു എന്നത് ചരിത്രമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കുവാൻ, ആ സ്വപ്നം നേടിയെടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതിന് മുമ്പേ അദ്ദേഹം മരണപ്പെടുകയാണ്.
ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്തു, പരിക്കുപറ്റി. പക്ഷേ അദ്ദേഹം മരിച്ചത് സാധാരണ മരണമാണ്. അദ്ദേഹം സാധാരണ മരണമാണ് മരിച്ചത്. എന്നിട്ട് പോലും ചരിത്രം അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുന്നത് അദ്ദേഹം ഷഹീദാണ് എന്നാണ്, രക്തസാക്ഷിയാണ് എന്നാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഇമാം ഇബ്നുൽ ലത്തീർ അദ്ദേഹത്തെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്, ഷഹീദ് നൂറുദ്ദീൻ സങ്കി എന്നോ. കാരണം ഇസ്ലാമിക സമൂഹത്തെ പരാജയത്തിന്റെ പടുകുഴിയിൽ നിന്നോ വിജയത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതോ കൈപ്പിടിച്ചുയർത്തിയതോ ഈ നൂറുദ്ദീൻ സങ്കി ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലശേഷം ഭരണാധികാരം സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെ കൈവശം വരികയാണ്. ആ സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി ഈ തന്റെ മുൻഗാമിയായ നൂറുദ്ദീൻ സങ്കി പണി കഴിപ്പിച്ച ആ മിമ്പർ, ആ തന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന മിമ്പർ, അതിനങ്ങനെ വലയം വെക്കുമായിരുന്നു. അതിന്റെ ചുറ്റും നടന്നതിനെ, അതിന്റെ ഭംഗി ആസ്വദിക്കുമായിരുന്നു. എന്നിട്ട് ഇത് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ബൈത്തുൽ മഖ്ദിസിൽ മസ്ജിദുൽ അഖ്സായിൽ ഞാൻ അത് പ്രതിഷ്ഠിക്കുക തന്നെ ചെയ്യും എന്ന് തീരുമാനമെടുക്കുക മാത്രമല്ല, മറ്റൊരു പ്രതിജ്ഞ കൂടി സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി ചെയ്യുകയുണ്ടായി. അഥവാ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കുന്നത് വരെ ഞാൻ ചിരിക്കുകയില്ല എന്ന് തീരുമാനിച്ച നീതിമാനായ ഭരണാധികാരിയായിരുന്നു സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബി. അദ്ദേഹം ആ പ്രതിജ്ഞ നിറവേറ്റി. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പ്രസിദ്ധമായ ഹിത്തീൻ യുദ്ധത്തിലോ ഈ കുരിശ് പടയാളികളെ തോൽപ്പിക്കുവാൻ, ഇത് നമ്മുടെ ചരിത്രവുമായിട്ട്, നമ്മുടെ വിഷയവുമായിട്ട് അതിനുള്ള ബന്ധം, അതൊരു റമദാൻ മാസത്തിലായിരുന്നു ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത് എന്നാണ്. അപ്പൊ പരിശുദ്ധ റമദാൻ മാസത്തിൽ തുടക്കം കുറിച്ച ഒരു പോരാട്ടത്തിലാണോ ആ ബൈത്തുൽ മഖ്ദിസ് 9 പതിറ്റാണ്ടിന് ശേഷം ഇസ്ലാമിക സമൂഹത്തിനോ കുരിശ് പടയാളികളിൽ നിന്ന് തിരിച്ചു പിടിക്കുവാൻ സാധിച്ചതോ എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ? നിസ്സാരമായ വിഷയങ്ങൾക്ക് വേണ്ടി തമ്മിൽ തല്ലുന്ന മുസ്ലിം സംഘടനകൾക്കും അതുപോലെ തന്നെ മുസ്ലിങ്ങളുടെ ഭാവിയെ സംബന്ധിച്ച് വലിയ സ്വപ്നങ്ങളൊന്നുമില്ലാത്ത മുസ്ലിം നേതാക്കന്മാർക്കുമെല്ലാം പകർത്തേണ്ടുന്ന ഒരുപാട് മഹത്തായ പാഠങ്ങൾ അവശേഷിക്കുന്നുണ്ടോ ഈ നൂറുദ്ദീൻ സങ്കിയുടെയും സുൽത്താൻ സ്വലാഹുദ്ദീൻ അയ്യൂബിയുടെയും എല്ലാം ചരിത്രത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത്തെ സംഭവം പരിശുദ്ധ റമദാൻ മാസത്തിൽ നടന്ന അതിജീവന പോരാട്ടങ്ങളുടെ കൂട്ടത്തിൽ, അതിജീവന പോരാട്ടങ്ങളുടെയും വിജയങ്ങളുടെയും കൂട്ടത്തിലെ പ്രസിദ്ധമായ മൂന്നാമത്തെ സംഭവം താർത്താരികളിൽ നിന്നുള്ള ഇസ്ലാമിക സമൂഹത്തിന്റെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും മോചനമാണ്. ഇസ്ലാമിക ലോകത്തിന്റെ സ്ഥിരാകേന്ദ്രമായിരുന്ന ബാഗ്ദാദിനെ താർത്താരികളോ ചെങ്കിസ് ഖാന്റെ നേതൃത്വത്തിലോ രക്തപങ്കിലമാക്കി എന്നത് ചരിത്രം പഠിച്ച നമുക്കറിയാവുന്ന കാര്യമാണ്. നൂറ്റാണ്ടുകളോളം ആ താർത്താരികളുടെ കീഴിലാണ് പിന്നീട് മുസ്ലിങ്ങൾക്ക് ജീവിക്കേണ്ടി വന്നത്. ഇസ്ലാമിക ചരിത്രത്തിലെ ഒരിക്കലും മറക്കാനാവാത്ത ഏടുകളാണ്, രക്തപങ്കിലമായ ചരിത്രമാണ് താർത്താരികൾ ഇസ്ലാമിക രാഷ്ട്രത്തെ ബാഗ്ദാദിനെ തകർത്ത് തരിപ്പണമാക്കിയ സംഭവം എന്ന് പറയുന്നത്. ക്രിസ്തുവർഷം 1258 അത് നടക്കുന്നത്. അങ്ങനെ കരിമ്പിൻ തോട്ടത്തിൽ കടന്ന ആനക്കൂട്ടത്തെ പോലെ, കരിമ്പിൻ തോട്ടത്തിൽ കടന്ന ആനക്കൂട്ടത്തെ പോലെ മുസ്ലിം രാജ്യങ്ങളെ തന്നെ ചവിട്ടിമതിക്കുവാൻ, ചവച്ചരക്കുവാൻ താർത്താരികൾ തയ്യാറായി എന്ന് മാത്രമല്ല, ദീർഘനാളത്തെ പതിറ്റാണ്ടുകളുടെ നൂറ്റാണ്ടുകളുടെ അധിനിവേശത്തിന് ഫലമായിട്ടോ മുസ്ലിങ്ങളുടെ ആദർശവും ആത്മീയ വീര്യവുമെല്ലാം വിനട്ടമാവുകയും അങ്ങേയറ്റം നിരാശയും ഭീതിയുമെല്ലാം ബാധിച്ച ഒരു സമുദായമായി, മുസ്ലിം പേരുള്ള ഒരു ആൾക്കൂട്ടമായി ഇസ്ലാമിക സമൂഹം അവശേഷിക്കുകയും ചെയ്ത ഒരു ഘട്ടത്തിൽ ഇനി ഒരിക്കൽ കൂടി മുസ്ലിങ്ങൾ തിരിച്ചു വരുമെന്നോ ഈ താർത്താരികളെ തിരിച്ചു പരാജയപ്പെടുത്തുവാൻ സാധിക്കുമെന്നോ പ്രതീക്ഷിക്കുവാൻ വകയില്ലാത്ത അങ്ങേയറ്റം പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലാണോ ഹിജ്റ 658 താർത്താരികളുടെ അധിനിവേശത്തെ ഷാമിന്റെ കവാടങ്ങളിൽ തടുത്തു നിർത്തുവാൻ സൈഫുദ്ദീൻ ഖുദ്സ് എന്ന് പറയുന്ന ധീരനായ പോരാളിക്ക്, മുസ്ലിം പടയാളിക്ക് സാധിച്ചത്. ഒരു റമദാൻ 25 വെള്ളിയാഴ്ച ദിവസം തുടക്കം കുറിച്ച ഐന് ജാലൂത്ത് യുദ്ധത്തിലൂടെയാണ് ആ പോരാട്ടത്തിന് ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചിട്ടുള്ളത്. അഥവാ റമദാനുമായിട്ടോ അതിനും ബന്ധമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ പോരാട്ടത്തിന്റെ തുടർച്ചയിലോ താർത്താരികളുടെ സൈന്യാധിപൻ വധിക്കപ്പെട്ടതോടുകൂടി അജയ്യരായി അറിയപ്പെട്ടിരുന്ന മംഗോളിയരിൽ നിന്ന് ഇസ്ലാമിക രാഷ്ട്രം മോചിതമാവുകയാണ് എന്ന് മാത്രമല്ല, അവരെ തകർക്കുവാൻ ഇനി ആർക്കും ലോകത്ത് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണോ ഇങ്ങനെ മുസ്ലിങ്ങളുടെ ഒരു തിരിച്ചുവരവുണ്ടായത്. അതുകൊണ്ട് തന്നെ പ്രസിദ്ധനായ ചിന്തകനും ചരിത്രകാരനുമൊക്കെയായ ഇമാം ഇബ്നു ഖൽദൂൻ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞത് ചരിത്രത്തിലെ മഹാവിസ്മയമാണ് അവിടെ നടന്നത് എന്നാണ്. ചരിത്രത്തിലെ മഹാവിസ്മയമാണ് അവിടെ നടന്നത് എന്ന് പറഞ്ഞാൽ ഈ താർത്താരികളെ മുസ്ലിങ്ങൾ പരാജയപ്പെടുത്തി എന്നല്ല, ഈ മുസ്ലിം നാടുകളിലേക്ക് കടന്നു വന്ന താർത്താരികൾ അവർക്ക് നേതൃത്വം നൽകിയിരുന്ന ചെങ്കിസ് ഖാൻ, ആ ചെങ്കിസ് ഖാന്റെ പിൻഗാമി അല്ലെങ്കിൽ ചെങ്കിസ് ഖാന്റെ പൗത്രൻ ബറക്കത്ത് ഖാൻ, ആ ബറക്കത്ത് ഖാൻ ഇസ്ലാം സ്വീകരിക്കുകയും
അതോടുകൂടി താർത്താരികളുടെ സൈന്യം ഛിന്ന ഭിന്നമാവുകയും അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയും അവരിൽ ഒരുപാട് ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. ഏതൊരു സംഘമാണോ ഇസ്ലാമിനെ മുസ്ലിം രാജ്യങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയത്, അതേ സംഘത്തിന്റെ പിൻഗാമികളോ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക രാജ്യങ്ങളുടെ സംരക്ഷകരായിട്ട് രംഗത്ത് വന്ന ചരിത്ര വിസ്മയമാണോ താർത്താരികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ചരിത്രത്തിലെ മഹാവിസ്മയമാണ് അവിടെ നടന്നത്. വിജയികൾ പരാജിതരുടെ പാത പിൻപറ്റുന്ന മഹത്തായ ഒരു വിസ്മയമാണ് അവിടെ നടന്നത് എന്നാണ് ഇബ്നു ഖൽദൂൻ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്. ഇതേ സംഭവത്തെ സംബന്ധിച്ചാണോ അല്ലാമ ഇക്ബാൽ പറഞ്ഞത്, വിഗ്രഹാലയത്തിൽ നിന്ന് കഅബക്ക് കാവൽക്കാരെ കിട്ടിയെന്നോ എന്ന് പറഞ്ഞാൽ വിഗ്രഹാരാധകരായിരുന്ന ചെങ്കിസ് ഖാനും സംഘവും അവരുടെ പിൻഗാമികൾ തന്നെയാണോ മുസ്ലിങ്ങളായിട്ട് മാറുകയും ഇസ്ലാമിന്റെയും ഇസ്ലാമിക രാജ്യങ്ങളുടെയും എല്ലാം സംരക്ഷകരായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുകയും ചെയ്തത് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. ഈ രൂപത്തിലോ താർത്താരികളിൽ നിന്നോ ഇസ്ലാമിക സമൂഹത്തെയും രാഷ്ട്രത്തെയും സംരക്ഷിക്കുവാൻ, ആ താർത്താരികളെ പരാജയപ്പെടുത്തുവാൻ, അവരെ തന്നെ ഇസ്ലാമിന്റെ കൊടിക്ക് ഉറക്കുകയിൽ അണിനിരത്തുവാൻ ഇസ്ലാമിക സമൂഹത്തിന് സാധിച്ചതും ഇതുപോലെയുള്ള ഒരു റമളാൻ മാസത്തിലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. നാലാമത്തെ സംഭവമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ മോചനമാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദൈർഘ്യമുള്ള ഒരു പോരാട്ടമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഒരു നഗരമായിരുന്നു, ഒരു രാജ്യമായിരുന്നു, ഒരു പ്രദേശമായിരുന്നു. അവിടെ സാംസ്കാരിക കേന്ദ്രമായിരുന്നു അത് മുസ്ലിങ്ങൾ ജയിച്ചടക്കുമെന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു പ്രവചനം കൂടിയാണ്. കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ ജയിച്ചടക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചിച്ചിട്ടുണ്ട്. 2.5 ലക്ഷത്തോളം സൈനികർ മുസ്ലിം സൈന്യത്തിൽ, 2.5 ലക്ഷത്തോളം പട്ടാളക്കാർ അന്നത്തെ മുസ്ലിം സൈന്യത്തിലുണ്ടായിരുന്നു എന്നും മാസങ്ങളോളം നീണ്ട ഉപരാധത്തിലൂടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ മോചിപ്പിക്കുവാൻ, കീഴ്പ്പെടുത്തുവാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചു എന്നും മുസ്ലിം സൈന്യത്തിലെ കൂട്ടത്തിലെ അസാധാരണ തന്ത്രജ്ഞനും സൂത്രശാലിയുമായിരുന്ന മുഹമ്മദ് അൽ ഫാത്തിഹ് എന്ന് പറയുന്ന 20 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന, അല്ലെങ്കിൽ 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആ മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ നേതൃത്വത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിൾ മുസ്ലിങ്ങൾ ജയിച്ചടക്കിയത്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനത്തിന്റെ പൂർണ്ണ രൂപം ഇപ്രകാരമാണ്: മുസ്ലിങ്ങൾ കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുക തന്നെ ചെയ്യും. അവരുടെ അന്നത്തെ ഭരണാധികാരി അല്ലെങ്കിൽ അവരുടെ നേതാവ് എത്ര നല്ല നേതാവായിരിക്കും. ആ ഒരു സൈന്യം എത്ര നല്ല സൈന്യമായിരിക്കും. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആ ഒരു പ്രവചനമാണ് കോൺസ്റ്റാന്റിനോപ്പിളിന്റെ വിമോചനത്തോടുകൂടി ഹിജ്റ 805 റമളാൻ മാസത്തിൽ പുലർന്നത്. അതൊരു റമളാൻ 12 വെള്ളിയാഴ്ച ജുമാ നമസ്കാരാനന്തരം ആരംഭിച്ച ആ ഉപരോധത്തിലൂടെയാണ് കോൺസ്റ്റാന്റിനോപ്പിൾ ജയിച്ചടക്കുവാൻ മുസ്ലിം സമുദായത്തിന് സാധിച്ചത് എന്നാണ് ചരിത്രം നമ്മോട് പറയുന്നത്. അല്പം കൂടി ചരിത്രത്തിൽ നമ്മൾ മുന്നോട്ട് വന്നാൽ 5ാമത്തെ സംഭവമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് ഇസ്രായേലുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ യുദ്ധമാണ്. 1967 1947-48 രൂപം കൊണ്ട ഇസ്രായേൽ എന്ന് പറയുന്ന ചട്ടമ്പി രാഷ്ട്രം തീർത്തും അനീതിയില്ലധിഷ്ഠിതമായി ബ്രിട്ടൻ മുസ്ലിങ്ങളോട് നടത്തിയ കൊടും ചതിയുടെ ഫലമായിട്ട് രംഗത്ത് വന്ന ആ ഇസ്രായേൽ പിന്നീട് അങ്ങോട്ടോ ഫലസ്തീനിന്റെ ഓരോ പ്രദേശങ്ങളെയും കീഴ്പ്പെടുത്തുകയും അവിടെ നിന്നെല്ലാം മുസ്ലിങ്ങളെ ആട്ടിയോടിക്കുകയും ചെയ്ത ചരിത്രമാണോ നമുക്ക് കാണുവാൻ സാധിക്കുക. അങ്ങനെ 1962-ലും 67-ലുമെല്ലാം മുസ്ലിങ്ങൾ അവരോട് പോരടിച്ചിട്ടുണ്ടോ? പക്ഷേ ദയനീയമായ പരാജയമായിരുന്നു ഫലം. അതിനെ തുടർന്ന് 1973-ൽ ഈജിപ്തിന്റെയും സിറിയയുടെയും ഫലസ്തീന്റെ തന്നെയും ഒരുപാട് പ്രദേശങ്ങൾ ഇസ്രായേൽ സ്വന്തമാക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോ ഈജിപ്തിന്റെയും സിറിയയുടെയും എല്ലാം മുൻകൈയിലോ ആ ഇസ്രായേലിനെ തോൽപ്പിക്കുവാൻ, അവരോട് പോരടിക്കുവാൻ ഇസ്ലാമിക സമൂഹം തയ്യാറാവുകയുണ്ടായി. അന്ന് ഇസ്രായേൽ വലിയ വീമ്പിളക്കിയിരുന്നു. ബാർലേവ് ലൈൻ എന്ന പേരിൽ അവർ വലിയ ഒരു കിടങ്ങുണ്ടാക്കുകയും ഒരു മതിൽ സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ലോകത്താർക്കും തകർക്കുവാൻ സാധിക്കാത്ത മതിലും
ചാടിക്കിടക്കുവാൻ സാധിക്കാത്ത കിടങ്ങുമാണത് എന്നാണ് ആ ബാർലി ലൈനിനെ സംബന്ധിച്ച് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നത്. അതൊരു റമദാൻ മാസത്തിലായിരുന്നു ആ പോരാട്ടം നടന്നത്. ഒരു റമദാൻ 10 അന്ന് അറബികൾ, ലോക മുസ്ലിങ്ങളോ ഖിയാമുൽ ലൈൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ആ ബാർലി ലൈൻ തകർക്കുവാൻ വേണ്ടി ഈജിപ്തിന്റെയും സിറിയയുടെയും എല്ലാം സൈന്യം പുറപ്പെട്ടത്, അല്ലെങ്കിൽ അവരുടെ പോരാട്ടത്തിന് തുടക്കം കുറിച്ചത്. ശക്തമായ മോട്ടോറുകൾ ഉപയോഗിച്ച് വെള്ളമടിച്ചുകൊണ്ടോ മണൽത്തിട്ടുകൾ തകർത്തുകൊണ്ടും അതുപോലെ തന്നെ പീരങ്കികൾ ഉപയോഗിച്ചുകൊണ്ടോ ആ ഭിത്തി തകർത്തുകൊണ്ടുമെല്ലാം ഇസ്ലാമിക സമൂഹത്തിനോ ഇസ്രയേലിനെതിരെ ശക്തമായ പ്രഹരം നൽകുവാൻ സാധിച്ചു എന്നത് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അന്ന് അമേരിക്ക നേരിട്ട് ഇടപെട്ടുകൊണ്ടോ സീനായ് മരുഭൂമിയിലോ നേർക്കുനേരെ ആയുധങ്ങൾ നേരിട്ട് ഇറക്കി കൊടുത്തിട്ടില്ലായിരുന്നുവെങ്കിലോ ഇസ്രയേലിന്റെ ചരിത്രം തന്നെ മറ്റൊന്നായിട്ട് മാറുമായിരുന്നു. ആർക്കും തകർക്കാനാവാത്തത് എന്നവകാശപ്പെട്ട ബാർലി ലൈൻ വരെ അന്ന് മുസ്ലിങ്ങൾക്ക് തകർക്കുവാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് ഈ കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ 2023 ഒക്ടോബർ 7 തുടക്കം കുറിച്ച തൂഫാനുൽ അഖ്സ അനന്തരമുള്ള പോരാട്ടത്തിലോ ഹമാസിന്റെ പോരാളികൾ നേടിയെടുത്ത ഒരു തരത്തിലുള്ള വിജയവും നമ്മോട് പറയുന്നത്. ഗസ എന്ന് പറയുന്ന പ്രദേശം ഏതാണ്ട് ചുട്ടുചാമ്പലാക്കുവാൻ ഇസ്രയേൽ ആയിട്ടുണ്ട് എങ്കിലും അപ്പോഴും എന്തൊക്കെ നട്ടം ഭവിച്ചാലും ഒരിക്കലും ശത്രുവിന്റെ മുമ്പിൽ ആയുധം വെച്ച് കീഴടങ്ങാതെ ഞങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രവചിച്ച പ്രവചനം ഞങ്ങളിലൂടെ പുലരുക തന്നെ ചെയ്യും എന്ന ആത്മവിശ്വാസത്തോടുകൂടി പിറന്നു വീണ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, ബൈത്തുൽ മഖ്ദിസിന്റെ വിമോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനികളിൽ നിന്നോ സന്തോഷകരമായ വാർത്തകളാണല്ലോ കഴിഞ്ഞ ജനുവരി 19 മുതൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ 1.25 വർഷം നീണ്ടുനിന്ന നിരന്തരമായ ആക്രമണത്തിലൂടെ ആയുധം ഉപയോഗിച്ചുകൊണ്ട് ഒരു നാടിനെയും നാട്ടുകാരെയും ഒന്നടങ്കം തകർത്തുവെങ്കിലും 62,000-ഓളം വരുന്ന ഫലസ്തീനികളെ കൊന്നൊടുക്കിയെങ്കിലും ആ ഫലസ്തീൻ പോരാളികളെ പരാജയപ്പെടുത്തുവാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്ന് ഒരു നഗ്ന യാഥാർത്ഥ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ ഹമാസ് മുന്നോട്ട് വെച്ച വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഒരു കരാറിന് ഇസ്രയേൽ വഴങ്ങിയത്. അവിടുന്ന് ആയിരക്കണക്കിന് പിന്നെ പോരാളികളെ, ഫലസ്തീന്റെ പോരാളികളെ, ഇസ്രയേൽ തടങ്കലിൽ വെച്ച പോരാളികളെ വിട്ടുകൊടുക്കുവാൻ തയ്യാറായപ്പോ ഏതാനും 100 ചില്ലാനം ആളുകളെ മാത്രമാണ് ഫലസ്തീനിലെ ഹമാസ് പോരാളികൾ തടുത്തു വെച്ച അല്ലെങ്കിൽ തടഞ്ഞു വെച്ചിട്ടുള്ള ഈ പോരാളികളെ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പിന്നെ ഇസ്രയേലിനെ വിട്ടുകൊടുക്കുവാൻ അവർ സന്നദ്ധമായത്. എന്ന് പറഞ്ഞാൽ 100-ന് പകരമായിട്ട് 2000-ഓളം തങ്ങളുടെ ഇസ്രയേൽ ബന്ദികളാക്കിയ തങ്ങളുടെ സഹോദരന്മാരെ വിട്ടുകിട്ടുവാൻ പാകത്തിൽ കരാറുണ്ടാക്കുവാൻ ഹമാസ് പോരാളികൾക്ക് സാധിച്ചു എന്നത് അവരുടെ വലിയ വിജയം തന്നെയാണ്. അതുകൊണ്ടാണ് യുദ്ധം അങ്ങനെ ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ബന്ദിമോചന കരാർ പ്രാബല്യത്തിൽ വന്നതോടുകൂടി ഫലസ്തീനികൾ അതൊരു ആഘോഷമാക്കി മാറ്റിയത്. ഇപ്പോഴും അവർ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയാം. നമ്മളൊക്കെ സന്തോഷത്തോടുകൂടി അല്ലലും അലൽക്കുമില്ലാത്ത ഒരു കാലഘട്ടത്തിലോ വലിയ പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ റമദാനിനെ സ്വാഗതം ചെയ്തപ്പോ പിറന്നു വീണ താമസിച്ചിരുന്ന വീടില്ലാതെ, അതുപോലെ തന്നെ ജീവിക്കുവാൻ വകയില്ലാതെ, ജോലിയില്ലാതെ വളരെ കഷ്ടപ്പെടുന്ന, കുടിക്കുവാൻ ശുദ്ധവെള്ളം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഫലസ്തീനികൾ റമദാനിനെ സ്വാഗതം ചെയ്തത്. അവിടുത്തെ ഒരു പിഞ്ചുകുഞ്ഞി കവിതയാലപിക്കുന്ന ഒരു രംഗം ഒരു യൂട്യൂബ് വീഡിയോയിൽ കാണുവാൻ സാധിച്ചിരുന്നു. റമദാൻ എപ്പോഴാണ് നീ ഞങ്ങളിലേക്ക് വരുന്നത്? ഏതൊരു സന്ദർഭത്തിൽ ഏതൊരവസ്ഥയിലാണോ നീ ഞങ്ങളിലേക്ക് വരുന്നത്? ഞങ്ങൾക്കിവിടെ കുടിക്കുവാൻ വെള്ളമില്ല, കഴിക്കുവാൻ ഭക്ഷണമില്ല, താമസിക്കുവാൻ വീടില്ല, സഹായിക്കുവാൻ ആരുമില്ല. ഈ ഒരു ഘട്ടത്തിലാണല്ലോ, നിസ്സഹായമായ ഘട്ടത്തിലാണല്ലോ റമദാൻ നീ ഞങ്ങളിലേക്ക് കടന്നു വന്നത്. എങ്കിലും അഹ്ലൻ യാ റമദാൻ, റമദാനെ നിനക്ക് സ്വാഗതം. ഏത് സന്ദർഭത്തിൽ വന്നാലും സന്തോഷത്തോടു കൂടി നിന്നെ സ്വീകരിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കുഞ്ഞ് പാട്ട് പാടുന്നത്. ഇപ്പോഴും നമ്മൾ അവിടെ നിന്ന് കേൾക്കുന്നത് ആ ഫലസ്തീനികൾക്ക് ആവശ്യത്തിന് കരണ്ടില്ല, ശുദ്ധവെള്ളമില്ല. ആ ഒരു സന്ദർഭത്തിൽ അവർക്കുള്ള അന്നപാനീയങ്ങൾ പോലും ഇസ്രയേൽ വിലക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലും എല്ലാം സഹിച്ചും സബറോടുകൂടി അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ നിലകൊള്ളുവാൻ ട്രംപ് നിങ്ങൾ ഈ ഫലസ്തീനിൽ നിന്നോ അല്ലെങ്കിൽ ഗസയിൽ നിന്നോ പുറത്തു പോകണം, എങ്ങോട്ടെങ്കിലും പോയിക്കൊള്ളുക എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പുറത്തു പോകുന്നുവെങ്കിൽ അതിൽ ബൈത്തുൽ മഖ്ദിസ് മോചിപ്പിക്കപ്പെടുന്ന നാട്ടിലേക്ക് മാത്രമായിരിക്കും
എന്ന് പറയുവാൻ 1.25 വർഷത്തെ നിരന്തരമായ കൊടിയ ആക്രമണത്തിന് ശേഷവും അത്തരം ധീരമായ ഒരു നിലപാട് സ്വീകരിക്കുവാൻ ഫലസ്തീനികൾക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, അവരുടെ ഈമാനിന്റെ കരുത്തു, അവരുടെ വിശ്വാസത്തിന്റെ ദാർഢ്യത അത് സ്വായത്തമാക്കുവാൻ നമുക്കും സാധിക്കേണ്ടതുണ്ടോ? അവരെങ്ങനെയാണ് ഇസ്ലാമിന് വേണ്ടി നിലകൊള്ളുന്നത്, എന്തും ത്യജിക്കുവാൻ തയ്യാറാകുന്നത്? തന്റെ വീട്ടിലെ എല്ലാവരും നഷ്ടപ്പെട്ടവരായ, കുടുംബത്തിൽ ഒരാൾ പോലും അവശേഷിക്കാത്ത 900-ൽ പരം കുടുംബങ്ങളോ ഇന്ന് ഗസയിലുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? കുടുംബത്തിൽ ഒരാൾ മാത്രം അവശേഷിച്ച 1000-ഓളം വരുന്ന കുടുംബങ്ങളോ ആ ഫലസ്തീനിലുണ്ടോ? ഇങ്ങനെയൊക്കെയായിട്ടും ഒരു മടുപ്പമില്ലാതെ, ഹമാസിനെ തള്ളിപ്പറയാതെ, ഇന്നും പോരാട്ട മാർഗത്തിൽ നിലകൊള്ളുന്നവരായ ഫലസ്തീനികളെ കുറിച്ച് ഓർക്കാതെ ഈ റമദാനിൽ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുക? ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരിക്കുകയല്ല. ഇന്നും നമ്മൾ കാണുന്നത് ആ ഫലസ്തീനികൾ ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കുകയും പണ്ട് സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബിയുടെ നേതൃത്വത്തിൽ എങ്ങനെയാണോ ബൈത്തുൽ മഖ്ദിസ് മുസ്ലിങ്ങൾ തിരിച്ചു പിടിച്ചതോ അതുപോലെ ഇവരും തിരിച്ചു പിടിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നു എന്ന ആത്മവിശ്വാസം നമുക്കുണ്ടാകേണ്ടതുണ്ടോ? ഹമാസിനോട് രാഷ്ട്രീയമായി നമ്മൾ വിയോജിച്ചാൽ പോലും ഇവിടെ വിയോജിക്കുവാൻ നമുക്ക് അവകാശമില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്. ഇതല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്. ലാ തഖൂമു സഅതു ഹത്താ യുഖാതിലൽ മുസ്ലിമൂന അൽ യഹൂദ്. മുസ്ലിങ്ങൾ ജൂതന്മാരോട് പോരാടുന്നത് വരെ അന്ത്യദിനം സംഭവിക്കുകയില്ല. പോരാടും. ആ പോരാട്ടത്തിലെ മുസ്ലിങ്ങളുടെ മുന്നേറ്റം ഉണ്ടാകും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, വല്ല മരത്തിന്റെയും കല്ലിന്റെയും ഒക്കെ പിന്നിലോ വല്ല ജൂതന്മാരും ഒളിച്ചു നിന്നാൽ ആ കല്ലും മരവും വരെ വിളിച്ചു പറയുന്ന അവസ്ഥ വരും. യാ മുസ്ലിം, യാ അബ്ദുല്ലാ തആൽ ഹാദാ യഹൂദിയുൻ വറാഇ ഫഖ്തുൽഹു. ഇതാ എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചു നിൽക്കുന്നു, വന്ന് അവനെ വകവരുത്തുക എന്ന് കല്ലും മരവും വരെ വിളിച്ചു പറയുന്ന ഒരു രംഗം വരാനിരിക്കുന്നു എന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനമാണ്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു കാലം വരാനിരിക്കുന്നു, ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാ തസാലു ത്വായിഫത്തും മിൻ ഉമ്മത്തി ലാഹീന അഹ്ൽ ഹഖ് ലിഅദുവിഹിം ഖായിലീൻ എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ടോ? എന്റെ ഉമ്മത്തിൽ നിന്നോ ഒരു സംഘം ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഏത് കാലഘട്ടത്തിലും ശത്രുക്കളുടെ മേൽ അതിജയിക്കുന്ന, ശത്രുക്കളെ നേർക്കുനേരെ അഭിമുഖീകരിക്കുന്ന ഒരു സംഘം എന്റെ ഈ ഉമ്മത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അവരെ ഒരു ഉപദ്രവം ഏൽപ്പിക്കുവാൻ ഒരാൾക്കും സാധിക്കുകയില്ല. അല്ലറ ചില്ലറ വിഷമങ്ങളല്ലാതെ, ചില ബുദ്ധിമുട്ടുകളല്ലാതെ അവരെ തോൽപ്പിക്കുവാനോ പരാജയപ്പെടുത്തുവാനോ ആർക്കും സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, വഅൈനഹും യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, അവർ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരിക്കും? അവർ അങ്ങനെയുള്ള ഒരു വിഭാഗം ലോകത്തിന്റെ ഏത് ഭാഗത്താണ് ഉണ്ടാവുക എന്ന ചോദ്യത്തിന് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ബി ബൈത്തുൽ മഖ്ദിസ് വഅക്നാ ഫി ബൈത്തുൽ മഖ്ദിസ് എന്നായിരുന്നു. ബൈത്തുൽ മഖ്ദിസിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമായിരിക്കും അങ്ങനെയുള്ള പോരാളികൾ ഉണ്ടാവുക എന്ന്. അതുകൊണ്ട് ഫലസ്തീനികൾ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ജീവൻ മരണ പോരാട്ടത്തെ എന്തിന്റെ പേര് പറഞ്ഞാലും തള്ളിക്കളയുവാൻ നമുക്ക് അവകാശമില്ല. ഈ പോരാട്ടം ഇന്നല്ലെങ്കിൽ നാളെ വിജയിക്കാനുള്ളതാണോ എന്ന് തിരിച്ചറിയുവാൻ 2027 വരുമ്പോഴേക്കും ബൈത്തുൽ മഖ്ദിസ് വിമോചിപ്പിക്കപ്പെടുമെന്ന് ഹമാസിന്റെ സ്ഥാപക നേതാവായിരുന്ന ഷെയ്ഖ് അഹമ്മദ് യാസീൻ പ്രവചിച്ചതുകൂടി നമുക്ക് കാണുവാൻ സാധിക്കും. അവർക്കുള്ള ആത്മവിശ്വാസം പോലും പക്ഷേ പ്രിയമുള്ളവരെ ഈ വിഷയത്തിലോ നമുക്കില്ലാതെ പോകുന്നു എന്നത് നിർഭാഗ്യകരമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രവചനത്തിൽ പ്രതീക്ഷയർപ്പിച്ചുകൊണ്ടോ ബൈത്തുൽ മഖ്ദിസിന്റെ നമ്മുടെയൊക്കെ ഒന്നാമത്തെ കിബലയായ അല്ലാഹുവിന്റെ പ്രവാചകൻ മക്കയിലായിരിക്കുകയും മദീനയിലേക്ക് ഹിജ്റ ചെയ്തതിനു ശേഷം പിന്നെയും 1.5 വർഷക്കാലം ഏതൊരു കിബിലയിലേക്കാണോ തിരിഞ്ഞ് നമസ്കരിച്ചതോ ആ കിബില അതാണ് ബൈത്തുൽ മഖ്ദിസ് എന്ന് പറയുന്നത്. അവിടെയുള്ള മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത് അതിന്റെ വിമോചനം നമ്മുടെയൊക്കെ ലക്ഷ്യമായിട്ട് മാറേണ്ടതുണ്ടോ? നമ്മുടെയൊക്കെ മനസ്സിന്റെ സ്വപ്നമായിട്ട് മാറേണ്ടതുണ്ടോ? അതിന്റെ വിമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ടോ? അതിന്റെ വിമോചനത്തിന് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന, പോരാട്ടം നയിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും ഈ റമദാൻ മാസത്തിൽ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ടോ എന്ന് സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയങ്ങളുടെ കൂട്ടത്തിലോ 6ാമത്തതും അവസാനത്തതുമായ സംഭവമായിട്ട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളതോ ബദർ സംഭവമാണ്. നമുക്കറിയാവുന്ന വിഷയമാണോ പ്രിയമുള്ളവരെ? ബദർ റമദാൻ 17 വരുമ്പോൾ സാധാരണ നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അതുകൊണ്ട് അതിന്റെ വിശദമായ ചരിത്രം ഞാൻ ഇവിടെ വിശദീകരിക്കുവാൻ ഉദ്ദേശിക്കുന്നില്ല. പരിശുദ്ധ റമദാനിൽ നടന്നതും ഇതുവരെ ഞാൻ എണ്ണിപ്പറഞ്ഞ 5 സംഭവങ്ങളെക്കാളുമെല്ലാം ജാജ്വല്യമാനവുമായ പ്രധാനപ്പെട്ട
പ്രധാനപ്പെട്ട ഒരു സംഭവമാണോ ബദറിലെ മുസ്ലിം സൈന്യത്തിന്റെ വിജയമെന്ന് പറയുന്നത്? ഹിജ്റ 2-ാം വർഷം അള്ളാഹുവിന്റെ പ്രവാചകൻ മക്കയിൽ നിന്നോ മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് 2-ാമത്തെ വർഷം റമളാൻ 17-നാണോ ബദർ യുദ്ധമുണ്ടാകുന്നത്. ഇസ്ലാമും കുഫറും തമ്മിലുള്ള പ്രഥമ യുദ്ധമായിരുന്നു അത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. സത്യത്തിന്റെ വക്താക്കൾ ആരാണ് എന്നോ അസത്യത്തിന്റെ വക്താക്കൾ ആരാണ് എന്നോ ലോകത്തിന്റെ മുമ്പിൽ തുറന്നു കാണിക്കപ്പെട്ട ദിനം കൂടിയായിരുന്നു ബദർ എന്ന് പറയുന്നത്. ചരിത്രത്തിന്റെ ഗതി തിരിച്ചുവിട്ട, അതുപോലെ തന്നെ സത്യവും അസത്യവും വേർതിരിക്കപ്പെട്ട സംഭവം എന്നതാണ് ബദറിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. അന്നെങ്ങാനും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ പിന്നീട് ലോകത്ത് ഇസ്ലാം അവശേഷിക്കില്ലായിരുന്നു. ഈ കാലഘട്ടത്തിൽ 21-ാം നൂറ്റാണ്ടിൽ 2025-ലോ ഈ മാർച്ച് മാസത്തിലോ മുസ്ലിങ്ങളായിക്കൊണ്ട് ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടുവാൻ എനിക്കും നിങ്ങൾക്ക് പോലും അവസരം ഉണ്ടാകുമായിരുന്നില്ല. അന്ന് ബദറിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടിരുന്നുവെങ്കിൽ. അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു പോരാട്ടം. അതുകൊണ്ടാണ് ബദറിന്റെ തലേന്നാൾ റമളാൻ 16-ന് രാത്രി, ഒരു വ്യാഴാഴ്ച രാത്രി, അള്ളാഹുവിന്റെ പ്രവാചകൻ ബദർ രണാങ്കണത്തിന്റെ സമീപത്തോ സ്വഹാബത്ത് തനിക്ക് വേണ്ടി നിർമ്മിച്ച ടെന്റിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സുജൂദിൽ കിടന്നുകൊണ്ടും അതുപോലെ ദീർഘനേരം നിന്ന് നമസ്കരിച്ചുകൊണ്ടും അള്ളാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തിക്കൊണ്ടോ തന്റെ കക്ഷത്തിലെ വെളുപ്പ് പുറത്തു കാണുമാർ കാര്യമായിട്ട് ആകാശലോകത്തേക്ക് തന്റെ കൈകൾ പൂർണ്ണമായും ഉയർത്തിക്കൊണ്ടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അല്ലാഹുമ്മ ഹാദിഹി ഖുറൈശുൻ ഖദ് അഖബലത് ബിഖയലാഇഹ വഫഖരിഹ തഹാദ്ദുക വതുകദ്ദിബ റസൂലക اللهم فنصرك الذي وعدتني اللهم أحنهم الغداة اللهم أينما وعدتني اللهم أنجز ما وعدتني اللهم إن تهلك هذه العصابة إنك لن تعبد اللهم إن تهلك هذه العصابة من أهل الإسلام فلا تعبد في الأرض أبدا الله هذه قريش إذا قريشകൾ قد أقبلت بخيلائها وفخرها അവരുടെ എല്ലാ അഹങ്കാരത്തോടും കൂടി, എല്ലാ ഡംബോടും കൂടി, എല്ലാ വാശിയോടും കൂടി ഇതാ ഇവിടെ വന്നിരിക്കുകയാണോ. നിന്നെ വെല്ലുവിളിക്കുവാൻ, നിന്റെ റസൂലിനെ കളവാക്കുവാൻ. അല്ലാഹുവേ, അതുകൊണ്ട് എന്നോട് നീ വാഗ്ദാനം ചെയ്ത സഹായം എനിക്ക് നീ നൽകിയാലും. അല്ലാഹുവേ, നാളെ രാവിലെ നടക്കാനിരിക്കുന്ന പോരാട്ടത്തിൽ ഈ ഖുറൈശി പടയെ നീ തകർത്ത് തരിപ്പണമാക്കിയാലും. അല്ലാഹുവേ, എവിടെ നീ എനിക്ക് ചെയ്ത വാഗ്ദാനം. അല്ലാഹുവേ, എന്നോടുള്ള വാഗ്ദാനം നീ പൂർത്തീകരിക്കണമേ. അല്ലാഹുവേ, ഈ ഇസ്ലാമിക സംഘത്തെ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നാളെ നടക്കുന്ന പോരാട്ടത്തിൽ നീ പരാജയപ്പെടുത്തിയാൽ പിന്നീട് ഭൂമി ലോകത്ത് നീ ഒരിക്കലും ഇബാദത്ത് ചെയ്യപ്പെടുകയില്ല. നിനക്ക് ഇബാദത്ത് ചെയ്യുവാൻ മറ്റാരും ഇവിടെ അവശേഷിക്കുകയില്ല. അതുകൊണ്ട് അല്ലാഹുവേ, എന്നോട് വാഗ്ദാനം ചെയ്ത വിജയം എനിക്ക് നീ നൽകണമേ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടുകൂടി, തപിക്കുന്ന മനസ്സുമായി, ഇടറുന്ന വാക്കുകൾ തൊട്ടയോടുകൂടി അല്ലാഹുവിന്റെ പ്രവാചകൻ അല്ലാഹുവിന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തുകയാണോ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ തോളിലിട്ടിരുന്ന തട്ടം നിലത്ത് വീഴുന്നുണ്ടോ? പ്രവാചകൻ അതുപോലും അറിയുന്നില്ല. കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുകയാണോ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദീർഘതരമായിട്ട് ടെന്റിന്റെ ഉള്ളിൽ നിന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ പുറത്തു വരുന്നത് കാണാതായപ്പോ അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ടോ. ആ സമയത്ത് പ്രവാചകൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണോ. പ്രവാചകന്റെ പുറത്തു തട്ടിക്കൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുന്നുണ്ട്. യാ റസൂലല്ലാഹ് കഫാക മുനാശദതുക റബ്ബുക. അല്ലാഹുവിന്റെ പ്രവാചകരെ, താങ്കളുടെ റബ്ബ് താങ്കൾക്ക് വാഗ്ദാനം ചെയ്തത് പൂർത്തീകരിക്കാതിരിക്കുകയില്ല. താങ്കളോട് വാഗ്ദാനം ചെയ്തതെന്തോ അതവൻ പൂർത്തീകരിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോഴും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രാർത്ഥനയിൽ മുഴുകുകയാണ്. ആ സമയത്താണ് വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തം അവതരിക്കുന്നത്. ഇത് തസ്തഗീഥൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. പ്രവാചകരെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയ സന്ദർഭം. ഇത് തസ്തഈസൂന റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് സഹായം തേടിയ സന്ദർഭം. ഫസ്തജാബ ലക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഉത്തരം നൽകി. അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ. ഇതാ തുടർച്ചയായിട്ട് ഇറങ്ങുന്ന ആയിരക്കണക്കിന് മലായികത്തിനെ കൊണ്ട് ഞാൻ നിങ്ങളെ സഹായിക്കുവാൻ പോകുന്നു എന്നു. അതുപോലെ അല്ലാഹു മലായികത്തിന് നിർദ്ദേശം കൊടുത്തതായിട്ട് സൂറത്തുൽ അൻഫാൽ
സൂറത്തുൽ അൻഫാൽ എന്ന് പറഞ്ഞാൽ ബദർ യുദ്ധത്തെ നിരൂപണം നടത്തിക്കൊണ്ട് വിശകലനം ചെയ്തുകൊണ്ട് അവതരിച്ച വിശുദ്ധ ഖുർആനിലെ അധ്യായമാണ്. വേറെ തന്നെ നമ്മൾ പഠിക്കേണ്ടുന്ന സൂറത്താണ്. ആ ബദരീങ്ങൾക്ക് വല്ല പിഴവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തായിരുന്നു എന്നോ, അവരെങ്ങനെയുള്ള ഈ ദൃഢമായ ഈമാനിന്റെ വക്താക്കളായിരുന്നു എന്നോ, നമുക്ക് വിജയിക്കുവാനുള്ള അടിസ്ഥാനപരമായ ഉപാധികൾ എന്തൊക്കെയാണ് എന്നോ എല്ലാം സൂറത്തുൽ അൻഫാലിൽ അല്ലാഹു വിശദീകരിച്ചിരുന്നുണ്ടോ. ഇതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളോ സൂറത്തു ആൽ ഇംറാനിലും അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ സൂറത്തുൽ അൻഫാലിലോ അല്ലാഹു തുടർന്ന് പറയുന്നുണ്ടോ, ഇത് യൂഹി റബ്ബുക ഇലൽ മലായിക അന്നി മഅകും ഫസബ്ബിതുൽ ലദീന ആമനൂ സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റഉബ ഫദ്രിബൂ ഫൗഖൽ അഗ്നാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ. ഇത് യൂഹി റബ്ബുക ലിൽ മലായിക, പ്രവാചകരെ താങ്കളുടെ റബ്ബ് മലായികത്തിന് വഹി നൽകിയ സന്ദർഭം, അന്നി മഅകും, ഞാൻ നിങ്ങളോടൊപ്പമുണ്ട്, ഫസബ്ബിതുൽ ലദീന ആമനൂ, അതുകൊണ്ട് വിശ്വാസികളെ ഈ ബദർ രണാങ്കണത്തിൽ നിങ്ങൾ അടിയുറപ്പിച്ചു നിർത്തുക, സഉൽഖി ഫീ ഖുലൂബിൽ ലദീന കഫറു റഉബ, സത്യനിഷേധികളുടെ നിങ്ങളോട് പോരടിക്കാൻ വന്ന ഖുറൈശികളുടെ മനസ്സിൽ ഞാൻ ഭയം ഇട്ടുകൊടുക്കുന്നുണ്ട്, ഫദ്രിബൂ ഫൗഖൽ അഗ്നാഖി വദ്രിബൂ മിൻഹും കുല്ല ബനാൻ, അതുകൊണ്ട് അവരുടെ ആ സത്യനിഷേധികളുടെ പിരടികൾ ഛേദിച്ചു കൊള്ളുക, വിരൽ തുമ്പുകൾ ഓരോന്നും ഛേദിച്ചു കൊള്ളുക എന്ന് അല്ലാഹു മലായികത്തിന് നിർദ്ദേശം നൽകിയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ബദറിൽ നേരിട്ട് മലക്കുകൾ ഇറങ്ങുകയാണ്, വിശ്വാസികളെ സഹായിക്കുകയാണ്. അവര് പറയുന്നുണ്ടോ, ഞങ്ങൾ വാളുകൾ ഉയർത്തേണ്ട താമസം, ഞങ്ങൾ വാളുകൾ ഉയർത്തേണ്ടുന്ന താമസം, സത്യനിഷേധികളുടെ തലകൾ തെറിക്കുന്നത് ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നു. എത്രത്തോളം എന്ന് ചോദിച്ചാൽ സാക്ഷാൽ അബൂജഹൽ ബദറിൽ സത്യനിഷേധികളുടെ ഖുറൈശി പടയുടെ നായകനായിരുന്നല്ലോ. ആ ബദറിലോ ഈ അബൂജഹലോ വെട്ടേറ്റ് വീഴുകയുണ്ടായി. വിശ്വാസി സൈന്യത്തിലെ 2 ചെറുപ്പക്കാരാണ് വെട്ടിയത്. പക്ഷേ അത് അവരുടെ മാത്രം വെട്ടായിരുന്നില്ല, മലായികത്തിന്റെ കൂടി വെട്ടായിരുന്നു. അബൂജഹൽ വെട്ടേറ്റ് വീണ സന്ദർഭത്തിൽ അവൻ പറയുന്നുണ്ട്, എന്നെ വെട്ടിയത് മുഹമ്മദിന്റെ സൈന്യമല്ല, മറ്റാരോ അതിമാനുഷരാണ് എന്ന്, മറ്റാരോ അതിമാനുഷരാണ്, മനുഷ്യരല്ലാത്ത ആരോ ആണ് എന്നെ വെട്ടിയത് എന്ന്. അഥവാ മലായികത്തിന്റെ നേർക്കുനേരെയുള്ള സാന്നിധ്യം ബദറിൽ അനുഭവപ്പെട്ടിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ, വിശുദ്ധ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വിശ്വാസികളെ നേർക്കുനേരെ സഹായിച്ചതായിട്ട് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ടോ. വലഖദ് നസറകുമുല്ലാഹു ബിബദ്രിൻ വഅൻതും അദില്ലത്തുൻ ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ. അല്ലാഹു തീർച്ചയായിട്ടും ബദറിൽ നിങ്ങളെ സഹായിക്കുകയുണ്ടായി. വഅൻതും അദില്ലത്തുൻ, നിങ്ങൾ പീഡിതരായിരിക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ദുർബലരായിരിക്കെ, നിസ്സഹായരായിരിക്കെ, ആയുധം കൊണ്ട് ഒരിക്കലും ആ സത്യനിഷേധികളെ ജയിച്ചടക്കുവാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കാരണം നിങ്ങൾ 309 അല്ലെങ്കിൽ 313 പേര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പുറത്തെ സത്യനിഷേധികൾ 1000 ചില്ലാനമുണ്ട്. നിങ്ങളുടെ കൈവശം ആകെ കൂടി ഉണ്ടായിരുന്നത് സഞ്ചരിക്കുവാനും അതുപോലെ തന്നെ മറ്റു ഭക്ഷ്യവസ്തുക്കളും മറ്റുമൊക്കെ കൊണ്ടുവഹിക്കുവാനുമായിട്ട് നിങ്ങളുടെ കൈവശമാകെ ഉണ്ടായിരുന്നത് 70ഓളം ഒട്ടകങ്ങളായിരുന്നെങ്കിൽ അപ്പുറത്ത് സത്യനിഷേധികളുടെ കൈവശം 700 ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പുറത്ത് നിങ്ങളുടെ കൈവശം 2 കുതിരകളാണ്, പടക്കുതിരകളാണ് ഉണ്ടായിരുന്നത് എങ്കിൽ സത്യനിഷേധികളുടെ കൈവശം 200 കുതിരകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 1000 പകരം 313, 700 പകരം 70, 200 പകരം 2. അങ്ങനെയുള്ള ഭൗതികമായ അർത്ഥത്തെ നോക്കിയാൽ തുരുമ്പ് പിടിച്ച ആയുധങ്ങൾ മാത്രം കൈവശമുള്ള മുസ്ലിങ്ങൾ എന്തുകൊണ്ടോ ആ സത്യനിഷേധികൾക്കെതിരെ വിജയിച്ചു എന്ന് ചോദിച്ചാൽ, പ്രിയമുള്ളവരെ, അത് ഭൗതികാർത്ഥത്തിലുള്ള സജ്ജീകരണം കൊണ്ട് മാത്രമുണ്ടായ വിജയമായിരുന്നില്ല. അവർ ഭൗതികമായ സജ്ജീകരണം നടത്തിയിരുന്നു. സത്യനിഷേധികൾക്കെതിരെ വിജയിക്കണമെങ്കിലോ ഭൗതികമായ സജ്ജീകരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടോ. അത് ഖുർആൻ സൂറത്ത് തൗബയിലൂടെയും മറ്റുമൊക്കെ നമ്മെ വേറെ തന്നെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. പക്ഷേ ബദരീങ്ങളുടെ യഥാർത്ഥ ആയുധം ഭൗതികമായ സജ്ജീകരണങ്ങളായിരുന്നില്ല, അവരുടെ ആത്മീയമായ ഉണവായിരുന്നു, ഈമാനികമായ കരുത്തായിരുന്നു. ആത്മീയമായ ആയുധം കൊണ്ടാണ് ആ സത്യനിഷേധികൾക്കെതിരെ വിജയം വരിക്കുവാൻ ബദരീങ്ങൾക്ക് സാധിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ളവരെ, എന്ത് വന്നാലും ശത്രുവിന് മുമ്പിലോ കീഴടങ്ങുകയോ ആദർശം അടിയറവെക്കുകയോ ചെയ്യുകയില്ല എന്ന ഉറച്ച തീരുമാനമായിരുന്നു സ്വഹാബത്തിനെ ബദറിലേക്ക് കൊണ്ടെത്തിച്ചത്. ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യുവാൻ അവർ തയ്യാറായിരുന്നുവെങ്കിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മൂടി വെക്കുവാൻ അവർ സന്നദ്ധരായിരുന്നുവെങ്കിൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് മുഹാജിറുകൾക്ക് ഹിജ്റ ചെയ്യേണ്ടുന്ന അവസ്ഥ വരുമായിരുന്നില്ല. അതുപോലെ തന്നെ ബദറിലേക്ക് മാർച്ച് ചെയ്യേണ്ടി വരികയുമായിരുന്നില്ല. ഒരുപാട് ആളുകൾക്ക് രക്തസാക്ഷികളാകേണ്ടി വരുന്ന അവസ്ഥയും ഉണ്ടാകുമായിരുന്നില്ല. എല്ലാം ഉണ്ടായതോ ആദർശ മാർഗത്തിൽ അവർ ഉറച്ചു നിന്നപ്പോ ഒരിക്കലും സത്യനിഷേധികൾക്ക് മുമ്പിലോ ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്ന് തീരുമാനിച്ചപ്പോഴായിരുന്നു എന്നാണ് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. പക്ഷേ ബദറിൽ ഇങ്ങനെയൊക്കെ അള്ളാഹു അവരെ സഹായിച്ചു. നമുക്കറിയാവുന്ന ചരിത്രമാണ്, ഞാൻ വിശദീകരിക്കുകയില്ല. പക്ഷേ ഇതൊക്കെ പറയുമ്പോ
ഈ കാലഘട്ടത്തിലോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചോദ്യങ്ങളുണ്ടല്ലോ. അന്ന് ബദറിൽ വിശ്വാസികളെ വിജയിപ്പിച്ച പടച്ചറബ്, അന്ന് അവർക്ക് ഫുർഖാൻ നൽകിയ പടച്ചറബ് എന്തുകൊണ്ട് ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്കോ ഫുർഖാൻ നൽകുന്നില്ല എന്നോ? എന്തുകൊണ്ട് ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഈ കാലഘട്ടത്തിലെ മുസ്ലിങ്ങൾക്ക് അല്ലാഹു ഫുർഖാൻ നൽകുന്നില്ല? ഇന്ന് ലോകതലത്തിൽ നോക്കിയാലും ദേശീയ തലത്തിൽ നോക്കിയാലും ഒരുപാട് ഫുർഖാനുകൾക്ക് വേണ്ടി, ബദർ പോലെയുള്ള വിജയങ്ങൾക്ക് വേണ്ടി ഞാനും നിങ്ങളുമൊക്കെ മനമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണോ? നമ്മളൊക്കെ അത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണോ? മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കുന്നു. അന്തർദേശീയ തലത്തിലോ സയനിസ്റ്റുകളിൽ നിന്നോ ഇസ്ലാമിക സമൂഹം അമേരിക്കയിൽ നിന്നും ഇസ്രയേലിൽ നിന്നെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പീഡനങ്ങളും പ്രയാസങ്ങളും അവകാശ നിഷേധങ്ങളും ഞാൻ വിശദീകരിക്കാതെ തന്നെ നിങ്ങൾക്കറിയാം. ലോകതലത്തിലോ ലക്ഷക്കണക്കിന് മനുഷ്യർ അഭയാർത്ഥികളായിട്ടുള്ള, അതുപോലെ തന്നെ സ്ത്രീകൾ അവഹേളിക്കപ്പെടുന്നവരായിട്ടുള്ള സമുദായം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഇസ്ലാമിക സമൂഹമാണ്. ദേശീയ തലത്തിലേക്ക് വന്നാലോ ബുൾഡോസർ രാജ്യനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക സമൂഹമാണ് ഇന്ത്യയിലുള്ളത്. മുസ്ലിങ്ങളുടെ വീടുകൾ, അവരുടെ കച്ചവട സ്ഥാപനങ്ങളോ അവരുടെ ആരാധനാലയങ്ങൾ ഒരു കാരണവുമില്ലാതെ, ഒരു നോട്ടീസ് പോലും നൽകാതെ രാക്കുരാമാനം ബുൾഡോസർ വെച്ച് തകർക്കുന്ന ഒരവസ്ഥ, ഭരണകൂടം അതിന് കാവൽ നിൽക്കുന്ന ഒരവസ്ഥ, അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലോ ഭരണകൂടം തന്നെ പലവിധ തന്ത്രങ്ങളിലൂടെ മുസ്ലിങ്ങളുടെ വഖഫ് സ്വത്തിനെതിരായ അതിനെതിരെ വെക്കുവാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടത്തുകയും അതിനു വേണ്ടി വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കുകയും ചെയ്തത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ ദിവസമാണ് അഹമ്മദാബാദിൽ നിന്നോ നമ്മൾ ചില വാർത്തകൾ കേട്ടത്. തറാവീഹ് കഴിഞ്ഞ് നടന്നു വരുന്ന ഒരു പറ്റം യുവാക്കളെ കത്തിമുനയിൽ നിർത്തിക്കൊണ്ട് ജയ് ശ്രീരാം വിളിക്കുവാൻ വേണ്ടി നിർബന്ധിക്കുന്നു. വിളിക്കാതിരിക്കുമ്പോ അവരെ മർദ്ദിച്ചുകൊണ്ട് അത് വിളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രാജസ്ഥാനിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ഉമ്മക്കൊപ്പം സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയ ഒരു പിഞ്ചു കുഞ്ഞിനെ റെയ്ഡിന്റെ പേര് പറഞ്ഞുകൊണ്ട് വീട്ടിനകത്തേക്ക് കയറി വന്ന സൈന്യം അവരെ ബൂട്ടിട്ട് ചവിട്ടിക്കൊല്ലുകയാണ്. ഏറ്റവും ഒടുവിലോ ഇന്നും ഇന്നലെയുമായിട്ട് നമ്മൾ കേട്ടതോ അത്താഴത്തിന്റെ സമയത്തോ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പുറത്തിറങ്ങിയ യുപിയിലെ ഒരു ചെറുപ്പക്കാരനെ വെടിവെച്ചു കൊല്ലുകയാണ് ഒരു പറ്റം ആളുകൾ. ഇന്ന് രാവിലെ നമ്മൾ കേട്ട മറ്റൊരു വാർത്ത, അതേ യുപിയിൽ നിന്ന് തന്നെ ഈ ഹോളി ആഘോഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ആഘോഷത്തിന്റെ ഭാഗമായിട്ടുള്ള വർണ്ണം വാരി വിതറുന്ന രീതികളും ശരീരത്തിലോ അങ്ങനെ കളർ തേക്കുന്ന രീതി, അതിനെ വിസമ്മതിച്ച ഡ്രൈവറായ ഒരു സാധാരണക്കാരനായ ഒരു മുസ്ലിമിനെ ചവിട്ടിക്കൊല്ലുകയാണോ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെയുള്ള നിരന്തരമായ നീതി നിഷേധങ്ങൾക്കോ അവകാശങ്ങൾ ഹനിക്കുന്ന അവസ്ഥക്കോ മുസ്ലിങ്ങൾ ഇരകളായിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഉണ്ടായിട്ടും പ്രിയമുള്ളവരെ, എന്തുകൊണ്ടാണ് പടച്ച തമ്പുരാൻ ഇടപെടാത്തതോ? ബദർ പോലെയുള്ള ഒരു വിജയം എന്തുകൊണ്ട് നമുക്കുണ്ടാകുന്നില്ല? വിമോചന പോരാട്ടങ്ങളുടെയും വിമോചന വിജയങ്ങളുടെയും കാലഘട്ടം അല്ലെങ്കിൽ ഒരു സന്ദർഭം എന്തുകൊണ്ട് സംജാതമാകുന്നില്ല എന്ന് ചിന്തിച്ചാൽ അതിനുള്ള ഒറ്റവാക്കിലുള്ള മറുപടി, ബദരീങ്ങളെ പോലെയാകുവാൻ ഞാനും നിങ്ങളും തയ്യാറായിട്ടില്ല. ഇന്ത്യൻ മുസ്ലിങ്ങളോ ആ ഒരു ദറജയിലേക്ക് ഉയർന്നിട്ടില്ലെന്ന് മാത്രമല്ല, ഉയരുവാൻ മാനസികമായിട്ടോ അവർ സന്നദ്ധരായിട്ടില്ല എന്നതാണ് മറുപടിയായിട്ട് നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുക. ആ ബദരീങ്ങളുടെ ഈമാൻ, അവരുടെ സ്വഭാവ ഗുണങ്ങൾ, അവരുടെ തഖ്വ, അവരുടെ സബർ, അവരുടെ ഇസ്തിഖാമത്ത്, ഇതൊന്നും നിർഭാഗ്യവശാൽ എന്റെയും നിങ്ങളുടെയും ഒന്നും ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് അന്ന് 313 വരുന്ന ബദരീങ്ങളെ അവരുടെ 3 ഇരട്ടി വരുന്ന സൈന്യത്തിനെതിരെ, സർവായുധ സജ്ജരായ അബൂജഹലിന്റെ സൈന്യത്തിനെതിരെ സഹായിക്കുവാൻ അള്ളാഹു സന്നദ്ധമായത്. പക്ഷേ നമ്മൾ ആ ബദരീങ്ങളുടെ ക്വാളിറ്റി ആർജിക്കുവാൻ ഇന്ന് വരെ സന്നദ്ധമായിട്ടില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ബദരീങ്ങളെ സംബന്ധിച്ച് അന്ന് നേരത്തെ ഞാൻ സൂചിപ്പിച്ച സൂറത്തുൽ അൻഫാലിൽ അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചപ്പോൾ ബദരീങ്ങളെ സംബന്ധിച്ച് എന്തൊക്കെ ക്വാളിറ്റിയാണോ അവർക്കുള്ളതായിട്ട് പറഞ്ഞത്, അതുണ്ടാക്കിയെടുക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ടോ? അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള സ്മരണയാൽ മനസ്സ് പ്രകമ്പിതരാകുന്നവരായിരുന്നു ബദരീങ്ങളെന്നോ. ഖുർആൻ പാരായണം കേട്ടാൽ അവരുടെ ഈമാൻ വർദ്ധിക്കുമായിരുന്നുവെന്നോ, അള്ളാഹുവിലുള്ള തവക്കുൽ ശീലമാക്കിയവരായിരുന്നു ബദരീങ്ങളെന്നോ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരായിരുന്നു അവരെന്നോ, അള്ളാഹുവിന്റെ മാർഗത്തിലോ തങ്ങളുടെ സമ്പത്തും ശരീരവും വിനിയോഗിക്കുവാൻ സന്നദ്ധരായവരായിരുന്നു അവരെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ സൂറത്തുൽ അൻഫാലിന്റെ ആരംഭത്തിൽ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെ തുടങ്ങുന്ന സൂക്തങ്ങൾ
കാലഘട്ടങ്ങളിലൂടെ കാണുവാൻ സാധിക്കുന്നത് ഇത്തരം ഗുണങ്ങൾ ആർജിച്ചവരായിരുന്നു ആ ബദരീങ്ങൾ എന്നാണ്. ഭൗതികമായ സന്നാഹങ്ങളോ എല്ലാം അവർക്കുണ്ടായിരുന്നു, പരിമിതമായ രൂപത്തിലാണ് എങ്കിലും അതിനും അവർ തയ്യാറായിരുന്നു. അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതോ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകുവാൻ, അവന്റെ ദീനിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുവാൻ, ഇസ്ലാമിക നേതൃത്വത്തെ അനുസരിക്കുവാൻ, ഇസ്ലാമിക നേതൃത്വത്തിന്റെ കീഴിൽ എല്ലാ കാപട്യവും മാറ്റിവെച്ച്, എല്ലാ സ്വാർത്ഥ താല്പര്യങ്ങളും മാറ്റിവെച്ച്, ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ പാരത്രികമായ താല്പര്യം, അള്ളാഹുവിന്റെ സ്വർഗം, അവന്റെ തൃപ്തി, അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറങ്ങിത്തിരിക്കുവാൻ, അനുസരണയോടുകൂടി ഐക്യത്തോടുകൂടി നിലകൊള്ളുവാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കിനിയും ബദർ പോലെയുള്ള ഫുർഖാനുകൾ നൽകും. അതിന് പ്രിയമുള്ളവരെ, ഭൗതികമായ സഹായം, ഭൗതികമായ നേട്ടം അല്ലെങ്കിൽ ആയുധങ്ങൾ, അങ്ങനെയുള്ള ശക്തി മാത്രം പോരാ. ഇസ്ലാമിക സമൂഹം എന്ന് എവിടെയൊക്കെ സത്യനിഷേധികളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടോ അവിടെയൊക്കെയും ഭൗതികമായ ശക്തിക്കപ്പുറം ആത്മീയമായ ശക്തിയിലോ ശത്രുക്കളെ അതിജയിക്കുവാൻ അവർക്ക് സാധിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും എന്ന് ഒന്നിക്കുന്നുവോ അല്ലാഹു സുബ്ഹാനഹു വ തആലയും ആകാശലോകത്തുള്ള മലായികത്തും എന്ന് വിശ്വാസികളോടൊപ്പം നിൽക്കുന്നുവോ ആ അല്ലാഹുവിനെ കൂടെ നിർത്തുവാൻ, മലായികത്തിന്റെ സഹായത്തിന് വേണ്ടുന്ന ഗുണങ്ങൾ ആർജിക്കുവാൻ എപ്പോൾ നമ്മൾ തയ്യാറാകുന്നുവോ അല്ലാഹുവും മലായികത്തും കൂടെ നിൽക്കുന്ന വിശ്വാസി സമൂഹമായിട്ട് ഒരു ഐക്യമുന്നണിയായിട്ട് അല്ലാഹുവും മലായികത്തും വിശ്വാസികളും മാറുമ്പോൾ അവിടെയാണ് അല്ലാഹുവിന്റെ സഹായം ഉണ്ടാവുക. ബദറിൽ അത് മൂന്നും ഒത്തുവന്നിരുന്നു, ഇന്ന് അത് മൂന്നും ഒത്തുവരുന്നില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ സഹായമില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അങ്ങേയറ്റം തീവ്രമായിരുന്ന, അതുപോലെ തന്നെ ശക്തമായിരുന്ന പോരാട്ടത്തിലോ ബദറിൽ ആകെക്കൂടി കൊല്ലപ്പെട്ടത് 84ഓളം വരുന്ന ആളുകളാണ്. 70ഓളം സത്യനിഷേധികൾ അവിടെ കൊല്ലപ്പെട്ടു. 14ഓളം വിശ്വാസികൾ രക്തസാക്ഷികളായി. 100-ന് താഴെ മാത്രം ആളുകളാണ് ആ ബദറിൽ രണ്ട് പക്ഷത്തു നിന്നുമായിട്ട് കൊല്ലപ്പെട്ടതോ. എന്നിട്ട് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിലെ യുദ്ധങ്ങളോട് ഇത് താരതമ്യം ചെയ്യുമ്പോൾ ഒരു യുദ്ധം എന്ന് പോലും പറയാൻ പറ്റാത്ത പോരാട്ടമായിരുന്നു ബദർ. ഒരു യുദ്ധം എന്ന് പോലും പറയാൻ പറ്റില്ല. ഒന്നാം ലോക യുദ്ധത്തിലോ 70 ലക്ഷത്തോളം ആളുകൾ കൊല്ലപ്പെടുകയുണ്ടായി. 1 കോടിയിലധികം മനുഷ്യരാണോ രണ്ടാം ലോക യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. അവിടെയാണോ 2-3 മണിക്കൂർ മാത്രം നീണ്ടുനിന്ന 84ഓളം ആളുകൾ മാത്രം കൊല്ലപ്പെട്ട ഒരു പോരാട്ടം നടന്നത്. അതായിരുന്നു ബദർ. പക്ഷേ അത് ചരിത്രത്തിൽ ചെലുത്തിയ സ്വാധീനം ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന മറ്റൊരു പോരാട്ടത്തെയും പോലെയല്ല. ബദർ വിശ്വാസി സമൂഹത്തിന്റെ ജീവിതത്തിൽ ചെലുത്തിയ സ്വാധീനം പോലെ മറ്റൊരു ചരിത്ര സംഭവവും മറ്റൊരു പോരാട്ടവും അവരുടെ ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. തങ്ങളുടെ കച്ചവട താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ, വംശീയമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ മദീനയിലും മക്കയിലുമൊക്കെ ഈ അറേബ്യൻ നാട്ടിലോ ഞങ്ങളും ഞങ്ങളുടെ മതവും മാത്രം നിലനിന്നാൽ മതി എന്ന് തീരുമാനിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയ മക്ക മുശ്രിക്കുകളെ, മനുഷ്യ വിമോചനത്തിന് വേണ്ടി രംഗത്തിറങ്ങിയ, ഏകദൈവ വിശ്വാസവുമായിട്ട് രംഗത്തിറങ്ങിയ ഇസ്ലാമിക സമൂഹത്തെ ആ സത്യനിഷേധികൾക്കെതിരെ സഹായിക്കുവാൻ അള്ളാഹു സന്നദ്ധമായി. അതുകൊണ്ടാണ് ആ ബദറിൽ നിങ്ങൾക്ക് വലിയ പാഠമുണ്ട്. ഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വ ഉഖറാ കാഫിറത്തുൻ യറൗനഹും മിസ്ലഹിം റഅയൽ ഐൻ വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ ഇന്ന ഫീ ദാലിക ലഇബ്റത്തുൻ ലിഉലിൽ അബ്സാർ എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നുണ്ട്. ആ ബദറിൽ ഏറ്റുമുട്ടിയ രണ്ട് സംഘങ്ങൾ, അവരിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗുണപാഠമുണ്ട് എന്നോ ഒരു വിഭാഗം സത്യനിഷേധി കൂട്ടമായിരുന്നു, മറ്റൊരു കൂട്ടം അള്ളാഹുവിന്റെ മാർഗത്തിൽ രംഗത്തിറങ്ങിയവരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഖുർആൻ ആ വിഷയം വിശദീകരിക്കുന്നത്. അങ്ങനെയുള്ള രണ്ട് സംഘങ്ങളോ ഏറ്റുമുട്ടി വിശ്വാസികൾ വിജയിച്ച ദിവസത്തെയാണോ യൗമൽ ഫുർഖാൻ, സത്യാസത്യ വിവേചക ദിനം എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിരിക്കുന്നതോ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ ബദർ സത്യാസത്യ വിവേചക ദിനമായിരുന്നു. വിമോചന പോരാട്ടങ്ങളുടെ, അതിജീവന പോരാട്ടങ്ങളുടെ കൂട്ടത്തിലെ ജാജ്വല്യമാനമായ സംഭവമായിരുന്നു ആ ബദർ എന്ന് കാണുവാൻ സാധിക്കും. ആയുധത്തിനപ്പുറം അതുപോലെ തന്നെ ആളുകളുടെ ആധിക്യത്തിനപ്പുറം വിശ്വാസത്തിനും സമർപ്പണത്തിനും എത്ര വലിയ വീരഗാഥകൾ രചിക്കുവാൻ കഴിയുമെന്നാണോ ആ ചരിത്രം നമുക്ക്, ബദറിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. 313 പേർക്ക് 1000-ൽ പരം വരുന്ന ഖുറൈശി പടയെ തോൽപ്പിക്കുവാൻ സാധിച്ചുവെങ്കിലോ ആ ബദരീങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന വാളിനേക്കാൾ തിളക്കം അവരുടെ മനസ്സിലുണ്ടായിരുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹുണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അടിസ്ഥാന കാരണം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ടോ. നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കോ ബദരീങ്ങളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തിളക്കമില്ല. അതിന്റെ ആത്മാവ് ഉൾക്കൊണ്ടുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുവാൻ
ഇനിയും നമ്മൾ തയ്യാറായിട്ടില്ല. ആ ബദ്രിൽ ബദ്രീങ്ങൾ അഭിമുഖീകരിച്ച, പ്രത്യേകിച്ച് മുഹാജിറുകൾ അഭിമുഖീകരിച്ച ചില ചൂടുള്ള ചോദ്യങ്ങളുണ്ടായിരുന്നു. അള്ളാഹുവിന്റെ ദീനാണോ അതല്ല നിങ്ങളുടെ ജീവനാണോ നിങ്ങൾക്ക് വലുത്? നിങ്ങളുടെ കുടുംബക്കാരാണോ ആദർശമാണോ നിങ്ങൾക്ക് വലുത്? ഏതിനാണ് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നതോ അവിടെ അള്ളാഹുവിന്റെ ആദർശത്തിനാണ് എന്നോ, അത് എൻ്റെ ജീവനല്ല അള്ളാഹുവിന്റെ ദീനിനാണ് ഞാൻ പ്രാധാന്യം കൽപ്പിക്കുക, എൻ്റെ കുടുംബമല്ല എനിക്ക് വലുത്, അള്ളാഹുവിന്റെ ദീനാണ് വലുത് എന്ന് പ്രഖ്യാപിക്കുവാൻ, ജീവിതം കൊണ്ട് അത് കാണിച്ചു കൊടുക്കുവാൻ സന്നദ്ധരായവരായിരുന്നു ബദരീങ്ങൾ. അതുകൊണ്ടാണ് അള്ളാഹു അവർക്ക് വിജയം പ്രദാനം ചെയ്തത്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനോ സ്വന്തം പിതാവ് ജറാഹിനെയാണോ വാളുകൊണ്ട് നേരിടേണ്ടി വന്നതോ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോ സ്വന്തം മകൻ അബ്ദുള്ളയെയാണോ ആ യുദ്ധത്തിൽ നേരിടേണ്ടി വന്നത്? അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോ സ്വന്തം പിതാവിനെയാണോ, അബൂ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോ സ്വന്തം പിതാവിനെയും പിതൃവ്യനെയും സഹോദരനെയുമാണ് അവിടെ നേരിടേണ്ടി വന്നത്. അതിനൊക്കെയും അവർ സന്നദ്ധമായി. അതൊന്നുമല്ല ഞങ്ങൾക്ക് അല്ലാഹുവേ വലുതോ, നിന്റെ ദീനാൻ, നിന്റെ റസൂലാൻ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടോ ആ പ്രഖ്യാപനം സ്വന്തം കർമ്മത്തിലൂടെ തെളിയിക്കുവാൻ സന്നദ്ധമായപ്പോഴാണ് അള്ളാഹു അവരെ വിജയിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏത് സാഹചര്യത്തെയും ധീരമായിട്ട് അഭിമുഖീകരിക്കുവാനും അതുപോലെ തന്നെ ഒരു സന്ദർഭത്തിലും ഭയം പിടികൂടുകയില്ല എന്നും തീരുമാനിക്കുവാൻ നമുക്ക് സാധിക്കുന്നുവെങ്കിൽ ബദറിൽ അല്ലാഹു ബദരീങ്ങൾക്ക് ഫുർഖാൻ നൽകിയതുപോലെ ഈ കാലഘട്ടത്തിലും അല്ലാഹു നമുക്ക് ഫുർഖാൻ നൽകും. അന്ന് ബദരീങ്ങൾ രംഗത്തിറങ്ങിയത് ആയുധവുമായിട്ടായിരുന്നു. ഇന്നോ സത്യനിഷേധികൾക്കെതിരെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്കെതിരെ ആയുധമെടുത്ത് രംഗത്തിറങ്ങേണ്ടുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. മറ്റു ചില രൂപത്തിലുള്ള പോരാട്ടങ്ങളാണ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. അത് ഒന്ന് നിയമപരമായ പോരാട്ടമാണോ, മറ്റൊന്ന് ബഹുജന പ്രക്ഷോഭമാണ്. ഒരു വേള ഈ റമദാനൊക്കെ കഴിഞ്ഞാൽ ഈ വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ നമ്മളൊക്കെയും രംഗത്തിറങ്ങേണ്ടുന്ന, തെരുവിലിറങ്ങേണ്ടുന്ന അവസ്ഥ വന്നേക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ പള്ളികളും നമ്മുടെ മദ്രസകളും വഖഫ് ഭൂമികളുമെല്ലാം അന്യാധീനപ്പെട്ടു പോകുന്ന ഒരവസ്ഥയായിരിക്കാം സംജാതമാവുക. അതുകൊണ്ട് പ്രിയമുള്ളവരെ, അതിനെതിരായ നിയമ പോരാട്ടങ്ങൾക്ക്, ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേരത്തെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കുവാനുള്ള ശ്രമം ഉണ്ടായപ്പോൾ എങ്ങനെയാണോ നമ്മൾ രംഗത്തിറങ്ങിയത്, അതുപോലെ മുസ്ലിങ്ങളെല്ലാം ഒറ്റക്കെട്ടായിക്കൊണ്ട് രംഗത്തിറങ്ങുവാൻ സന്നദ്ധമാണ് എങ്കിൽ എല്ലാറ്റിനും ഉപരിയായിട്ട് അള്ളാഹുമായുള്ള ബന്ധം സുദൃഢമാക്കുവാൻ നമ്മൾ തയ്യാറുണ്ടോ? തഖ്വ കൈകൊള്ളുവാൻ, സ്വബർ കൈകൊള്ളുവാൻ നമ്മൾ തയ്യാറുണ്ടോ? അള്ളാഹുവിന്റെ വിജയമുണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടോ? നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ മഹാനായ നൂറുദ്ദീൻ സഖിയുടെ ചരിത്രം. അദ്ദേഹം അങ്ങേയറ്റത്തെ ഇഖ്ലാസുള്ള തഖ്വയുള്ള ഭരണാധികാരിയായിരുന്നു, നീതിമാനായിരുന്നു എന്ന് മാത്രമല്ല, പാതിരാവുകളിലോ അള്ളാഹുവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് ദീർഘനേരം നമസ്കരിക്കുവാൻ തയ്യാറായിരുന്ന ഭരണാധികാരിയായിരുന്നു. കുരിശ് പടയാളികൾ പോലും അതിന് സാക്ഷ്യം വഹിച്ചിട്ടുണ്ടോ? കുരിശ് പടയാളികൾ പോലും ഒരിക്കലും പറയുകയുണ്ടായി, നൂറുദ്ദീൻ സഖിയുടെ സൈന്യത്തിന്റെ എണ്ണമോ അവരുടെ കൈവശമുള്ള ആയുധത്തിന്റെ വലിപ്പമോ ശക്തിയോ ഒന്നുമല്ല ഞങ്ങൾ പേടിക്കുന്നത്. അതൊന്നുമല്ല അയാളുടെ വിജയത്തിന്റെ രഹസ്യം. മറിച്ച് ആ മനുഷ്യനോ, നൂറുദ്ദീൻ സഖിക്കോ പാതിരാവുകളിൽ പടച്ചതമ്പുരാനുമായിട്ട് ചില ഇടപാടുകളുണ്ട്. ചില ഇടപാടുകളുണ്ട്. രാത്രി നമസ്കാരം നിർവഹിക്കുന്നവനാണ് നൂറുദ്ദീൻ സഖി. അങ്ങനെ രാത്രി നമസ്കാരം നിർവഹിക്കുന്ന അദ്ദേഹം അള്ളാഹുവിനോട്, അദ്ദേഹത്തിന്റെ പടച്ചവനോട് വല്ലതും ചോദിച്ചാൽ ആ പടച്ചവനത് നൽകാതിരിക്കുകയില്ല. പടച്ചവനുമായുള്ള നൂറുദ്ദീൻ സഖിയുടെ ബന്ധമാണോ ഞങ്ങൾക്കെതിരെ വിജയം വരിക്കുവാൻ, ഞങ്ങളെ മുസ്ലിങ്ങളിൽ നിന്ന് കീഴ്പ്പെടുത്തിയ പ്രദേശങ്ങൾ തിരിച്ചു പിടിക്കുവാൻ നൂറുദ്ദീൻ സഖിക്ക് പ്രചോദനമേകുന്നതോ എന്ന് കുരിശ് പടയാളികൾ പോലും പറയുന്ന അബദ്ധം വന്നിട്ടുണ്ട് എങ്കിൽ പ്രിയമുള്ളവരെ, ഈ പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10ലേക്കാണല്ലോ നമ്മൾ കാലെടുത്ത് വെക്കുവാനിരിക്കുന്നത്. പ്രത്യേകിച്ചും ഖിയാമുൽ ലൈൽ നിർവഹിക്കുന്ന സന്ദർഭമാണ്. ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇസ്ലാമിക സമൂഹത്തിന്റെ വിജയത്തിന് വേണ്ടി, നമ്മുടെ ഇന്നത്തെ പ്രയാസങ്ങളിൽ നിന്നോ കരകയറുവാനുള്ള ഒരവസ്ഥയ്ക്ക് വേണ്ടി, വിജയത്തിന് വേണ്ടിയുള്ള കണ്ണീരൊലിപ്പിച്ച പ്രാർത്ഥനകളോ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട്. എന്ത് നമ്മുടെ കൈവശം എന്തില്ലെങ്കിലും ഈ പറഞ്ഞ അള്ളാഹുമായുള്ള ബന്ധമുണ്ട് എങ്കിൽ അള്ളാഹുവിനെ കൂടെ കൂട്ടുവാൻ, മഅയ്യത്തുള്ള അള്ളാഹുവിന്റെ സാമീപ്യം നേടിയെടുക്കുവാൻ, ഖുർബത്തുള്ള അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ, റിളള്ള അതിനൊക്കെ നമ്മൾ തയ്യാറുണ്ട് എങ്കിൽ അള്ളാഹു നമ്മുടെ കൂടെയുണ്ടാകും. അത് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് വേണം ഭൗതികമായ സജ്ജീകരണങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുവാൻ. അതും ഈ കാലഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. ഒരൊറ്റ ആയത്ത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു വസ്വാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. സത്യവിശ്വാസികളെ, യാ അയ്യുഹല്ലദീന ആമനുസ്ബിറു, നിങ്ങൾ ക്ഷമ കൈകൊള്ളുക. വസ്വാബിറു, ആ ക്ഷമയിൽ, സഹനത്തിൽ നിങ്ങൾ മറ്റുള്ളവരെ കവച്ച് മുന്നേറുകയും ചെയ്യുക. വറാബിതു, നിങ്ങൾ ജാഗ്രത പുലർത്തുന്നവരാകുക, ജാഗ്രതയുള്ളവരാവുക. വറാബിതു വത്തഖുല്ലാഹ, അല്ലാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾക്ക് വിജയം വരിക്കാം.
ആത്മീയവും ഭൗതികവുമായ വിജയം, ഐഹികവും പാരത്രികവുമായ വിജയം അത് നേടിയെടുക്കുവാൻ തഖ്വ വേണ്ടതുണ്ടോ, സ്വബ്ർ വേണ്ടതുണ്ടോ, മുറാബത്ത് വേണ്ടതുണ്ടോ? എന്താണ് പറഞ്ഞത്? ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. തഖ്വയെ സംബന്ധിച്ച് നമുക്കറിയാം, സ്വബ്റിനെ സംബന്ധിച്ച് നമുക്കറിയാം. അത് ചില നയ നിലപാടുകളാണ് സ്വബ്ർ എന്ന് പറയുന്നത്. ഇങ്ങോട്ട് അടി കിട്ടുമ്പോൾ ക്ഷമിക്കലും, ഒരു കവിളത്ത് അടി കിട്ടിയാൽ മറ്റേ കവിളിൽ കാണിച്ചു കൊടുക്കലും അല്ല സ്വബ്ർ എന്ന് പറയുന്നത്. ഒരു പോരാട്ടമുഖത്താണ് എങ്കിൽ എന്തിനേയും അഭിമുഖീകരിച്ചുകൊണ്ടോ പിന്തിരിഞ്ഞോടാതെ ധീരമായി നിലകൊണ്ടുകൊണ്ടോ തിരിച്ചടിക്കലും സ്വബ്റാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതൊരു നയമാണ്, നിലപാടാണ് എന്ന് പറയുവാനുള്ള കാരണം. അള്ളാഹുവിനെ ഭയപ്പെട്ട് അവന്റെ ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ച നിൽക്കലാണ് തഖ്വ എന്ന് പറയുന്നത്. കൂട്ടത്തിൽ ഖുർആൻ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ തഖ്വയിലും സ്വബ്റിലും നിങ്ങൾ പരസ്പരം മുന്നേറേണ്ടതുണ്ടോ, മറ്റുള്ളവരെ കവച്ചു വെച്ച് മുന്നേറേണ്ടതുണ്ടോ? അതോടൊപ്പം മുറാബിത്തു, നിങ്ങൾ മുറാബത്ത് കൈക്കൊള്ളേണ്ടതുണ്ടോ? മുറാബത്ത് കൈക്കൊള്ളേണ്ടതുണ്ടോ? റബ്ത്തുൽ ഖൈൽ എന്ന അറബി ഭാഷയിൽ പറഞ്ഞാൽ ഒരു അടച്ചുകൂട്ടപ്പെട്ട ഒരു പ്രദേശം, ചുറ്റും അതിലുള്ള ഒരു പ്രദേശത്ത് ശത്രു കടന്നു വരുവാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒഴിഞ്ഞ ഭാഗമുണ്ട് എങ്കിൽ, ഊടുവടികളുണ്ട് എങ്കിൽ അവിടെ പരിശീലനം സിദ്ധിച്ച കുതിരയെ നിർത്തിക്കൊണ്ടോ കുതിരയുമായിട്ട് സായുധമായിട്ട് കാവൽ നിൽക്കുന്നതിനാണ് റബ്ത്തുൽ ഖൈൽ എന്ന് പറയാറുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രയോഗമാണ് വിശുദ്ധ ഖുർആൻ ഇവിടെ നടത്തിയിരിക്കുന്നത്. മുറാബത്ത് അഥവാ നിങ്ങൾ ജാഗ്രതയുള്ളവരാവുക. നിങ്ങൾക്കകത്തേക്ക് ശത്രു കയറി വരുന്നതിനെ സംബന്ധിച്ച്, ശത്രു നിങ്ങളെ പരാജയപ്പെടുത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ ജാഗ്രതയുള്ളവരാകുന്നുവെങ്കിൽ നിങ്ങൾക്ക് വിജയമുണ്ട് എന്നോ? ഈ കാലഘട്ടത്തിലെ ശത്രുക്കളുടെ വിജയം ആയുധം കൊണ്ട് മാത്രമായിക്കൊള്ളണമെന്നില്ല. അത് രാഷ്ട്രീയം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ, രാഷ്ട്രത്തിന്റെ ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ, കോടതിയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ, ഇസ്ലാമിനെതിരായ ശക്തമായ പ്രോപ്പഗണ്ടകളും ഇസ്ലാമോഫോബിയയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ, ദൃശ്യശ്രാവ്യ മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടോ, സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിക്കൊണ്ടെല്ലാം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ, മുസ്ലിങ്ങളല്ലാത്തവരെ ഇസ്ലാമിനെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയുള്ള നീക്കങ്ങളോ, ഇസ്ലാമിന്റെ മുസ്ലിങ്ങൾക്കുമെതിരായ നീക്കങ്ങളോ സത്യനിഷേധികളും വർഗീയ ഫാസിസറ്റുകളും നടത്തിക്കൊണ്ടിരിക്കുന്നതോ. മുസ്ലിങ്ങൾക്കിടയിൽ ഒസ്വാസ് ഉണ്ടാക്കി വിശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച്, പ്രവാചകനെ സംബന്ധിച്ച്, ഹദീസുകളെ സംബന്ധിച്ചൊക്കെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ മുറാബത്ത്, ഏത് രൂപത്തിലുള്ള മുന്നൊരുക്കമാണോ നമ്മൾ നടത്തേണ്ടതോ, ജാഗ്രതയാണോ നമുക്കുണ്ടാകേണ്ടത്? ഇസ്ലാമിനെ സംബന്ധിച്ച് പഠിച്ചുകൊണ്ടോ, അതിനെതിരായ തെറ്റിദ്ധാരണകൾ അകറ്റുവാൻ വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങളോ, അതിനുള്ള വൈജ്ഞാനികമായ കരുത്താർജിച്ചുകൊണ്ടെല്ലാം അങ്ങനെയുള്ള മുറാബത്ത് കൈക്കൊള്ളുവാൻ നമ്മൾ തയ്യാറുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയും വിജയിപ്പിക്കും. നമ്മോടൊപ്പം അല്ലാഹു ഉണ്ടാകും. അല്ലാഹു നമുക്കും ഫുർഖാൻ പ്രദാനം ചെയ്യും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഏത് സാഹചര്യത്തെയും ധീരമായി അഭിമുഖീകരിക്കുവാൻ പൗരത്വ നിഷേധം എന്ന് പറയുന്ന, അതുപോലെ തന്നെ വഖഫ് നിയമത്തിനെതിരായ വഖഫ് ഭൂമികൾ കൈയടക്കുവാനുള്ള അങ്ങനെയുള്ള ശ്രമങ്ങളെല്ലാം ഒരു ഡെമോക്രസിന്റെ വാള് കണക്കെ നമ്മുടെ മീതെ ഇങ്ങനെ തൂങ്ങിക്കളിക്കുമ്പോൾ, അത് തൂങ്ങിയാടിക്കൊണ്ടിരിക്കെ അതിന് കീഴിൽ ജീവിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിനോ ഈ പ്രതിസന്ധികളിൽ നിന്ന് കരകയറുവാനുള്ള ഒരു ഫുർഖാൻ, ഒരു എക്സിറ്റ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഉണ്ടാക്കി തരണമെങ്കിൽ ബദരീങ്ങളെ പോലെയുള്ള ഈമാൻ ആർജിക്കുവാൻ നമ്മൾ ഓരോരുത്തരും സന്നദ്ധമാവുക. അങ്ങനെയുള്ള ഈമാൻ സ്വായത്തമാക്കുവാൻ ഈ റമദാൻ എനിക്കും നിങ്ങൾക്കും ഉപകാരപ്പെടുമാറാകട്ടെ. ഇന്ത്യൻ സാഹചര്യത്തിലും അന്തർദേശീയ സാഹചര്യങ്ങളുമെല്ലാം നമുക്ക് വഴി വെളിച്ചമാകുവാൻ ഞാൻ ഇവിടെ വിശദീകരിച്ചതുപോലെയുള്ള പരിശുദ്ധ റമദാനിൽ സംഭവിച്ചു കഴിഞ്ഞ വിമോചന പോരാട്ടങ്ങളോ നമുക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, ഏത് നിലക്കും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ആന്തരികമായ ഒരു മെക്കാനിസം, ആന്തരികമായ ചില ഉരുപ്പടികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിക സമൂഹത്തിനകത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെന്താണ് എന്ന് മനസ്സിലാക്കി അത് സ്വയം പരിവർത്തിതമാകലാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറുന്നതുവരെ, സ്വയം മാറുവാൻ സന്നദ്ധമാകുന്നതുവരെ ഒരു ജനതയെയും അല്ലാഹു മാറ്റുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ നമ്മുടെ ഇന്നത്തെ അഴകൊടമ്പൻ സമീപനത്തിലൂടെ നിലവിലുള്ള ഈ പതിതാവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കിയെടുക്കുവാൻ കഴിയുകയില്ല. നമ്മൾ സ്വയം മാറേണ്ടതുണ്ടോ, സ്വയം മാറ്റേണ്ടതുണ്ടോ? മാറ്റുവിൻ ചട്ടങ്ങളെ എന്ന് പറഞ്ഞതുപോലെ ആദർശാധിഷ്ഠിതമായ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നടക്കുവാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ അല്ലാഹു നമ്മെ സഹായിക്കുക തന്നെ ചെയ്യും. വകാന ഹഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. വഅൻതും ലഅലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ വിശ്വാസികളാണോ, നിങ്ങൾ തന്നെയാണ് അത്യുന്നതന്മാർ എന്ന് ഖുർആൻ പഠിപ്പിച്ചുകൊണ്ടെങ്കിൽ ആ വിശ്വാസികളാവുക. അല്ലാഹു നമുക്ക് വിജയം പ്രദാനം ചെയ്യും. അല്ലാഹു വിജയിപ്പിക്കും.
ജീവിക്കുന്ന യഥാർത്ഥ ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പീഡിതരും പ്രയാസം അനുഭവിക്കുന്നവരുമായ അവകാശ നിഷേധങ്ങൾക്കിരയാകുന്നവരായ നമുക്ക് ആസന്നമായ ഇസ്ലാമിന്റെ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിന്റെ വിജയം കണ്ടുകൊണ്ടോ കൺകുളിരക്കുന്ന അവസ്ഥയിലോ കണ്ണടക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം പരിപൂർണമായ ശിഫ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീനിൽ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന, ജീവിക്കുവാൻ വകയില്ലാത്ത, തങ്ങളുടെ വീടും കുടുംബവും എല്ലാം നഷ്ടപ്പെട്ടവരായ എത്രയോ ഹതഭാഗ്യരായ ഫലസ്തീനികളുണ്ട്. പക്ഷേ അവർ ഭാഗ്യക്കേടായിട്ടല്ല, ദൗർഭാഗ്യമായിട്ടല്ല കാണുന്നത്, അതൊരു ഭാഗ്യമായിട്ടാണ്. അവരെ പോലെയുള്ള ഈമാൻ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഫലസ്തീനികൾക്ക് ദീനിന്റെ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കുവാനുള്ള ഈമാനികമായ കരുത്തും അതുപോലെ തന്നെ വിശ്വാസപരമായ ദാർഢ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അല്ലാഹുമ്മ ഇജ്അൽ ഹാദാ അശ്ശഹ്റ അശ്ശരീഫ അൽഅലീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ വജ്അൽഹു ഹുജ്ജതൻ ലനാ ലാ ഹുജ്ജതൻ അലൈനാ. അല്ലാഹുമ്മ ഇജ്അൽ ഹാദാ ജംഅനാ ഹാദാ ജംഅൻ മർഹൂമാ വതഫറഖനാ മിൻ ബഅദിഹി തഫറഖൻ മഅസൂമാ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.